പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സാക്ഷ്യം കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവൻ്റെ സാന്നിധ്യം നന്നായിരിക്കുന്നിടങ്ങളിലൊക്കെ നിറവാനിടയായി തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ പിന്നെയും കർത്താവ് ഞങ്ങൾക്കൊന്നിച്ച് വിൻ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ സെഷനുമായി കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് ചെയ്ത മുഖാന്തരത്തിനായ സ്തോത്രം. പ്രത്യേകമായി കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നു അവിടുത്തെ ദാസിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്, ആത്മീക ധൈര്യത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. ലൈവായിട്ടും യൂട്യൂബിൽ പിന്നീട് വീഡിയോ കാണുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, പ്രത്യേകമായി ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേക അനുഗ്രഹങ്ങളും സംരക്ഷണവും കാവലും ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് സ്തോത്രം. സഹായിച്ചട്ടപ്പ, യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ ജെസ്സി മാത്യു ആണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിസ്റ്റർ. ഇപ്പോൾ ലൈവിലാണേ. പ്രൈസ്. എവിടെയാണ്? നാട്ടിലെവിടാണ്? നാട്ടില് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ മലബാറില്, നിലമ്പൂര്, മലപ്പുറം ജില്ലയില്. മലബാർ ജില്ലയില്. ഓക്കെ ഓക്കെ. മലപ്പുറം ജില്ലയില്. മലപ്പുറം. ഓക്കെ, ശരി. മലപ്പുറം ജില്ല, നിലമ്പൂര്, പുല്ലഞ്ചേരി എന്ന് പറയും. ഓക്കെ ഓക്കെ. എന്റെ മാതാപിതാക്കള് പപ്പായുടെ കോന്നിയിലും അമ്മയുടെ വീട് കുമ്പനാടും. അങ്ങനെ ഞങ്ങള് ജനിച്ചു വളർന്നതെല്ലാം ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പെന്തക്കോസ്ത് മാതാപിതാക്കളാലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നെ എൻ്റെ പപ്പായുടെയും അമ്മയുടെയും പിതാക്കന്മാരാണ് മലബാറിൽ ആദ്യമായി സുവിശേഷവുമായി കടന്നു വന്നത്. അവർ ചർച്ചകോടിന്റെ പ്രവർത്തനമായിരുന്നു. ആദ്യമായിട്ട് അവരാണ് മലബാറിൽ സുവിശേഷം എത്തിച്ചത്. എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും പിതാക്കന്മാര്. മധ്യ തിരുവിതാംകൂറിൽ കുമ്മനാട്ടുനിന്നും കോന്നിയിൽ നിന്നും ഒക്കെ അങ്ങ് നിലമ്പൂര് പോയി അല്ലേ? അവരുടെ എന്റെ പപ്പായുടെ ഒക്കെ ചെറുപ്പത്തിൽ വന്നതാ ഇവര് ഇവിടെ മലബാറില്. പപ്പായുടെ അമ്മയുടെ കുഞ്ഞതിലേ വന്നതാ. അങ്ങനെ ഇവരിവിടെ താമസിച്ച് ഇവിടെ സുവിശേഷം അറിയിച്ച് ഒരുപാട് ചർച്ചകളും അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിന്ന രണ്ട് കുടുംബത്തിലെ മാതാവും പിതാവുമായിരുന്നു എൻ്റെ പപ്പായും അമ്മ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടില് ജനിച്ച് ഞങ്ങൾ 3 പേര്. ഞാൻ മൂത്ത മകള്, എൻ്റെ താഴെ എനിക്കൊരു അനിയത്തി, ഒരു ഇളയ ആങ്ങള. പിന്നെ എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അപ്പൊ ചെറിയ പ്രായത്തിലെ പെന്തക്കോസ്തൽ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അപ്പം നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കും, എന്താണ് ഈ പഴയ പെന്തക്കോസ്തുകാരിക്ക് പറയാനുള്ള സാക്ഷ്യമെന്ന് ചിന്തിക്കും. കർത്താവിൻ്റെ ദാസി ഷീബ കോതമംഗലമാണ് സിസ്റ്ററുടെ നമ്പർ ഞങ്ങൾക്ക് തന്നത്. ഷീബ സിസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അവരുടെ ഒരു മീറ്റിങ്ങിന് സിസ്റ്റർ പോയി സാക്ഷ്യം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മുടെ ആസാദി ചാനലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. സിസ്റ്റർ സാക്ഷ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, ഒരു പഴയ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തെക്കാൾ അപ്പുറമായിട്ട് സാധാരണ ദൈവപ്രവൃത്തി കണ്ട ഒരു സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ശുശ്രൂഷയിലാണ് അല്ലേ? അതെ, IPCയിലാണ്. ഞങ്ങളിപ്പോ തൃശ്ശൂർ ജില്ലയിലെ ഒരു കാളക്കുന്ന് എന്ന് പറഞ്ഞ ഒരു ചെറിയ ചർച്ചിലാണ് ഇപ്പൊ. പാസ്റ്ററുടെ പേരെങ്ങനെയാ? CK മാത്യു. CK മാത്യു. പ്രൈസ് ലോർഡ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ. പാസ്റ്ററുടെ അപ്പച്ചന് ഇവിടുത്തെ അപ്പച്ചനും കർത്താവിന്റെ വേലയിലായിരുന്നു. ഇപ്പൊ നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പച്ചന് പാലക്കാട് ജില്ലയിലെ സുവിശേഷവുമായി വന്ന് അടി ഉപദ്രവമൊക്കെ കൊണ്ട് അങ്ങനെ ആത്മാക്കളെയൊക്കെ നേടി സഭകൾ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഇവിടുത്തെ അപ്പച്ചന്. അപ്പം രണ്ട് കുടുംബങ്ങളും കർത്താവിൻ്റെ വേലയുമായിട്ട് തലമുറയായിട്ട് നിന്ന കുടുംബങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം നമുക്ക് ആ വലിയ സാക്ഷ്യം കേൾക്കാം. ഞാൻ ഇനിയും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു
സന്തോഷത്തെ കെടുത്തുന്നില്ല. പാസ്റ്റർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ആരും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട. സിസ്റ്റർക്ക് തന്നെ സമയം തരികയാണ്. ജീവിതാനുഭവങ്ങൾ ചെറിയ പ്രായം മുതലേ പറയാം, കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പറയാം കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. ആ ബാല്യപ്രായത്തിൽ തന്നെ അതിന്റെ ശിക്ഷണത്തിലും ശാസനയിലും എന്നെ വളർത്തി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റ് രക്ഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ചിട്ടപ്രകാരം മുൻപോട്ട് പോയി. എന്നാൽ എൻ്റെ 17ാമത്തെ വയസ്സില് എന്നെ ഒരു കർത്താവിന്റെ ദാസനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിപ്പിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിലമ്പൂര് പുല്ലഞ്ചേരി IPC സഭയിലെ മെമ്പറായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസനെ കൊണ്ട് എന്റെ വിവാഹം ആലോചിച്ച് അത് നടന്നപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇത്രമാത്രമേ ഉള്ളായിരുന്നു: കർത്താവിന്റെ വേല സുഖമായ ഒരു ജീവിതമാണെന്ന്. ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർക്കൊന്നും ഒരു കഷ്ടതയോ വേദനയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എൻ്റെ മനസ്സിൽ മുൻപോട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാല് അങ്ങനെ വന്നു. വിവാഹം കഴിഞ്ഞു. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ എളനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അച്ഛൻ ഒരു പുതിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 1 വർഷമായപ്പോ ഞങ്ങള് കോരഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഴയ ഒരു ചർച്ചിലായി. 1 വർഷമായപ്പോ തന്നെ ദൈവം ഒരു മോനെയും കൂടെ ദാനമായി തന്നു. ഞാൻ സ്പീഡിൽ പറയുന്നത് കുറെ സമയം പോകും, അതുകൊണ്ടാണ്. അങ്ങനെ ആ മോനും കഴിഞ്ഞ് പിന്നെ 5 വർഷം കഴിഞ്ഞ് 88ലാണ് ആദ്യത്തെ മോനുണ്ടാകുന്നത്. പിന്നെ 93-ല് ദൈവം ഒരു മോനെയും കൂടെ തന്നു. ആ മോനെ, 2ാമത്തെ മോനെ പ്രസവിച്ച് ഞാൻ തിരിച്ച് ഇവിടോട്ട് വരുന്നത് ഇവിടെ വടക്കഞ്ചേരിക്ക് അടുത്തൊരു പ്രവർത്തന സ്ഥലത്തായിരുന്നു. എന്നാൽ അങ്ങനെ ഇരുന്ന സമയത്ത് കർത്താവിന്റെ ദാസന് ദൈവം രാത്രിയിൽ ഒരു ദർശനം കാണിച്ചു കൊടുത്തു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കഴിഞ്ഞ് പാലക്കയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആന്റിയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കൂട്ടം ജനം നിന്ന് കരയുന്നതായിട്ട് ഒരു കാഴ്ചയാണ് കാണിച്ചു കൊടുത്തത്. പിറ്റേ ദിവസം അച്ഛന് വണ്ടി കയറി അവിടെ ചെന്ന് കുറെ ദൂരം നടക്കണം, ഒത്തിരി മൈലുകള്. ഇപ്പോഴൊക്കെയാണ് വണ്ടി ഇതൊക്കെ ആയത്. ഒരുപാട് കിലോമീറ്റർ നടന്ന് ചെന്നപ്പോ ഒരു ആന്റി നിന്ന് വെള്ളം കോരുന്ന കിണറിന്റെ അവിടെ അവരോട് പരിചയപ്പെട്ടു. അവിടെ പ്രവർത്തന സ്ഥലം എടുത്തു. ഞങ്ങളൊരു വീട് കാണാതെ പോലും ഒരു വീട് എടുത്തു. എന്നെയും കുഞ്ഞുങ്ങളും സാധനമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് മലയുടെ മണ്ടയില ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ അനേക ആത്മാക്കളും ഒരു നല്ലൊരു കൂട്ടായ്മയും വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് കഷ്ടത എന്ന് പറഞ്ഞാല് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞിച്ച് വാടക അന്ന് 75 രൂപയാണ് വീട്ടുവാടക. ആ വീട്ടുവാടക കൊടുക്കാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയില് കുറെ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അച്ഛന്റെ അപ്പച്ചനും അമ്മയും കൂടെ ഒരു ജീപ്പ് വിളിച്ച അവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു വീടുണ്ട്, അതില് വാടക അപ്പച്ചൻ വാങ്ങിച്ചൊരു ചെറിയ വീടാ, അവിടെ താമസിക്കുമ്പോ വാടക കൊടുക്കണ്ട, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന്. സത്യം പറഞ്ഞാല് അച്ഛൻ അതിനെ ഇഷ്ടമില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു മനുഷ്യന്റെ വാക്ക് കേട്ട് പോകരുതെന്ന്. ഞാനപ്പോ ഇത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ഇങ്ങനെ വാടക കൊടുക്കണ്ട, കുഞ്ഞുങ്ങളും എല്ലാം കൂടെ എന്താ പറയുന്ന വല്ലാത്തൊരവസ്ഥ, ഭക്ഷണം പോലും ശരിക്കും കഴിക്കാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ അച്ഛാ നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വാടകക്കാരൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ വാടക കൊടുക്കാനില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ശരിക്ക് പറഞ്ഞാൽ നിർബന്ധത്തിൽ ഇവര് നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചു നാൾ കഴിഞ്ഞോടുകൂടെ എല്ലാ വഴികളും അടങ്ങും. എല്ലാ വഴികളും എന്ന് പറഞ്ഞാല് അച്ഛന് ഞങ്ങൾ അവിടെ മീറ്റിങ്ങിന് പോകുമ്പോ അവിടെ എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ അത് വണ്ടിക്കാർക്ക് കൊടുക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് ആ സമയം എനിക്ക് ബ്ലീഡിങ്ങിന്റെ അസ്വസ്ഥതയിൽ ഭാരപ്പെട്ടു. അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഒരു ഡോക്ടറെ കാണുന്നതിന് അന്ന് 10 രൂപ കൊടുത്താൽ മതി. പക്ഷെ അതുപോലും ഇല്ല. അത് കഴിഞ്ഞേച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറെ കഴിഞ്ഞേച്ച് നമ്മുടെ കലത്തിലെ അരിയെല്ലാം തീർന്നു കഴിഞ്ഞ് ഞാനപ്പോ ഒരു ശകലം കയ്യിൽ എടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കും. അങ്ങനെ ആയി കഴിഞ്ഞേച്ച് ഫുള്ള് തീർന്നു കഴിഞ്ഞു. വീട്ടിൽ ഒരു സാധനവും ഇല്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ മൂത്ത മോനന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കൊച്ചുമോനൊരു 2.25 വയസ്സുണ്ട്. രാവിലെ ഒന്നുമില്ല. അച്ഛനപ്പോ അന്നും വീട്ടിലിരിക്കത്തില്ല, ഇങ്ങനെ വിസിറ്റിങ്ങിന് സുവിശേഷം അറിയിക്കാൻ കടന്നു പോകും. അത് കഴിഞ്ഞപ്പോ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട്
ഇരുന്നിട്ട് ഇവൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി, ചെറിയ മോന്. അപ്പൊ ഒന്നും കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലോ അസുഖം അങ്ങോട്ട് കൂടി എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ എടുത്ത് തോളയിലിട്ടേച്ച് ആ വീടിന്റെ ബേക്ക് വശത്തൂടെ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാനപ്പോ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഒന്നിയില് ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല, ഈ കുഞ്ഞിന് ഒരു ഉറക്കം കൊടുക്കണേന്ന്. അപ്പൊ എന്റെ ആ നൈറ്റിയെ പിടിച്ചുകൊണ്ട് മൂത്ത മോനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ അവനും എന്റെ കൂടെ നടക്കും. അവനെ സ്കൂളിൽ വിട്ടില്ല, എന്താ വെച്ചാൽ ഒന്നും കഴിക്കാൻ കൊടുക്കാനില്ല. അന്നേരം അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ കരഞ്ഞ് എന്റെ തോളെ കിടന്ന് ഈ കുഞ്ഞങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഒരു കട്ടില് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കട്ടിലെ കൊണ്ട് കുറുകെ കുഞ്ഞിനെ കിടത്തിയിട്ട് താഴെ പായിട്ട് ഞാനും മൂത്ത പൈതലും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇളയതിന്റെ ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്നിയിൽ ഈ കുഞ്ഞിന് ഭക്ഷണം തരണം, അല്ലെ ഈ കുഞ്ഞിനെ നീ വിളിച്ചു ചേർക്കണം, എനിക്ക് ഈ കരച്ചിൽ കാണാൻ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഹൈന്ദവ ചേച്ചി താമസിക്കുന്നുണ്ട്. ആ ചേച്ചി കുറെ നേരം ആയെന്ന് തോന്നുന്നു ആ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട്. കുറെ കഴിഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോ അവര് ഡോറെ മുട്ടി. ഞാൻ എളുപ്പം ചെന്നിട്ട് ഡോറ് തുറന്നു വെച്ച് ഞാൻ അങ്ങ് നിന്ന് കയ്യും വെച്ചു, എന്താ വെച്ചാൽ ഇവര് കയറാതിരിക്കാന്. അപ്പൊ എന്നോട് ചോദിച്ചു അവരുടെ സെറ്റുമുണ്ട് മുക്കാന് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനതങ്ങ് കളഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് തിരിച്ചു വന്ന് എന്റെ കയ്യെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു അനിയത്തിയെ പോലെ കണ്ടിട്ട് നീ ഈ കുഞ്ഞുമക്കളുമായിട്ട് ഇത്രയും പട്ടിണി കിടന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന്. നിങ്ങളോട് പറഞ്ഞാല് എനിക്ക് ഇവരെ അറിഞ്ഞാലും കഷ്ടം, ദൈവനാമത്തിന് അപമാനമാകുമോ ദൈവമേ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഉള്ളിലെ ഒരു വേദന. അത് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഒരു ചരുവ നിറച്ച് ചോറും കുറച്ച് ഗ്രീൻ പീസ് മെഴുക്ക് വരട്ടി, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്, കുറച്ച് ഗ്രീൻ പീസ് മെഴുക്ക് വരട്ടിയതും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവന്നു തന്നുവെച്ചാൽ ഒരു 100 രൂപയും എൻ്റെ കൈ തന്നു. എനിക്കിത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യാത്തൊരു സാഹചര്യം. അങ്ങനെ ഇരുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് അപ്പച്ചൻ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വടക്കഞ്ചേരി വള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ പിതാവ് പാസ്റ്റർ CI കുര്യൻ. അപ്പച്ചൻ ശുശ്രൂഷിക്കുന്ന സഭയിലാണ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പൊ വരുന്ന പ്രവാചകന്മാരെല്ലാം എന്നോട് ദൂത് പറയുന്നുണ്ട്, ഹാഗാറിനെ പോലാണെന്നും അതും എല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എന്റെ വചനവുമായി നിന്നെ അനേക ഇടങ്ങളിൽ ഞാൻ അയക്കുമെന്ന്. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അതിൽ വിശ്വസിച്ചില്ല. കാര്യം ഞാനൊരു പാസ്റ്റർ ഭാര്യയാണ്. ഞാൻ സാക്ഷി പറഞ്ഞാൽ പോലും തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവർ കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് വീട്ടിൽ പോയാൽ തന്നെ എനിക്ക് ചർച്ചിൽ പോകാൻ ഒരു വല്ലാത്ത അസ്വസ്ഥതയാ. പപ്പ എന്നെ വഴക്ക് പറഞ്ഞ് തിരിച്ചു വന്നിട്ട്, നീ എന്താ വടി സാക്ഷി പറഞ്ഞ, നീ ഒരു പാസ്റ്റർ ഭാര്യയല്ലേ. ഞാൻ അത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു, എനിക്ക് വേറെ ഒന്നും അറിയത്തുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ വചനവുമായി അനേക രാജ്യങ്ങള് പട്ടണങ്ങളെല്ലാം നിന്നെ അയക്കുമെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഒരു പ്രവാചകന്മാരുടെ ഒരു ശൈലി ആയിരിക്കുമെന്ന്. അതിനു മുൻപ് തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കും, അന്ന് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ലോകം അറിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ കടന്നു പോകുമ്പോൾ ഒരു ഡോർ അടയ്ക്കാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ അച്ഛനോട് പറയാം, അച്ഛാ നമുക്ക് അങ്ങനെ ഒന്നും അവരുടെ വീടുകളിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോ പ്രവർത്തിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോമൻ കത്തോലിക്കരുടെ ഒരു ഏരിയയാണ്. അപ്പൊ അവര് ഡോറൊക്കെ അടയ്ക്കും, ചിലർ അതും ഇതൊക്കെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയും വിഷമമാവും, പേടിയുമാ. അപ്പൊ അച്ഛൻ പറയും, ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടിയെന്ന്. അപ്പൊ ഞാൻ പറയും, അയ്യോ എന്നാ പിന്നെ എന്നെ ഇതൊക്കെ പറയല്ലായിരുന്നു, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു പറയും. അങ്ങനെ ഭയങ്കര ഒരു ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നിട്ട് ഈ ദേവദാസന്മാരിങ്ങനെ ദൂത് പറഞ്ഞതോ എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. അന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ചേച്ചി ആ ഭക്ഷണം കൊണ്ടുവരുന്നതിന്റെ തലേ രാത്രിയില് ഞാൻ ആദ്യമായിട്ട് ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. പെന്തക്കോസ്തിൽ ജനിച്ചത് കൊണ്ടോ വളർന്നത് കൊണ്ടോ ഒന്നും ആയിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. ഒരു പ്രവാചകൻ പറഞ്ഞതോ പ്രവാചകി പറഞ്ഞതോ അല്ലാതെ ദൈവാത്മാവ് എന്നെ കാണിക്കാൻ ഒരു കാഴ്ച കാണിച്ചു. എൻ്റെ 2 കുഞ്ഞുങ്ങളെയോ സിസേറിയൻ ചെയ്തെടുത്തതാണ്. അപ്പൊ ഇളയ മോനെ ഓപ്പറേഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്നതും എൻ്റെ യൂട്രസ് എടുത്തു കളയുന്നതും അതോടുകൂടെ ഞാൻ മരിക്കുന്നതുമാണ് കാണുന്നത്. ഞാനിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പച്ചൻ ശുശ്രൂഷിക്കുന്ന ആ ചർച്ചിന്റെ ആ വെളിയിൽ നിന്നുകൊണ്ട്
ആ സൈഡിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം നിന്ന് കരയുന്നു. എൻ്റെ അവിടെ നിലമ്പൂരിൽ നിന്ന് വന്ന ആൾക്കാർ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും നിന്ന് ആ മിറ്റത്തിന്റെ മറ്റേ സൈഡിൽ നിന്ന് കരയുന്നു. പക്ഷെങ്കില് എൻ്റെ മൂത്ത പൈതൽ, ഇളയ പൈതലിന്റെ കയ്യെ പിടിച്ച് നിന്ന് ഒരു കുറിയ സ്ഥലത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മാവിന്റെ ചോട്ടിൽ നിന്ന് ആ പിള്ളേർ രണ്ടും കൂടെ കരയുക. ഇവരാരും എൻ്റെ കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അപ്പൊ അച്ഛന് മനസ്സിലായി ദൈവം കാണിച്ചു തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല അത് സ്വപ്നമാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. ഞാൻ പറഞ്ഞു, അത് സ്വപ്നമല്ല, ദൈവം എന്നെ കാണിച്ചു തന്നെയാന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാല് അന്ന് രാത്രി കാലം ഭയങ്കരമായിട്ട് എനിക്ക് ബ്ലീഡിങ് അങ്ങ് വല്ലാതായി. അത് കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ കിടന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും പനിയാൽ ഭാരപ്പെട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടോട്ട് എടുത്തോണ്ട് വന്നു. അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന് ബില്ല് അടയ്ക്കാനൊന്നും പൈസയില്ല. അന്ന് ആരോട് ചോദിക്കും? അങ്ങനെ ഇരുന്ന സമയത്ത് അന്ന് ഏതൊക്കെയോ ഒരു വീടുകളിലെ ഫോണുള്ളു, ലാൻഡ് ഫോണ്. അപ്പൊ എൻ്റെ അമ്മ പെട്ടെന്ന് അവിടോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ പറയാൻ അവിടെ വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഇതേപോലെ ഹോസ്പിറ്റലിലാണെന്ന്. അമ്മ പെട്ടെന്ന് വണ്ടി കയറി വന്ന് എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനും എല്ലാം ഉള്ള പൈസ തന്ന് 2-3 ദിവസം എൻ്റെ കൂടെ നിന്നു. അപ്പൊ ഇളയ മോന് 2 ദിവസം കൂടെ ഇഞ്ചക്ഷൻ ഉണ്ട്. അങ്ങനെ അവിടെ കിടന്ന് മോള് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അങ്ങോട്ട് പോയി, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാനപ്പോ ഈ ഹോസ്പിറ്റലില് ഈ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ അവിടെ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലോട്ടായി. ഇവരെനിക്ക് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുവാൻ ഇടയായി തീർന്നു. എനിക്ക് തീരെ വയ്യ. അങ്ങനെ അച്ഛൻ എന്നെയും പിള്ളേരെയും കൊണ്ട് പാലക്കാട് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് തിരിച്ചു പോയി, എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞു. നല്ല ദൂരം ഉണ്ടല്ലോ നിലമ്പൂരോട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നാലും ആരും നോക്കാനില്ല. അങ്ങനെ ഞങ്ങള് രാത്രി 8:30 ആയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്ന് കയറി. അപ്പോൾ എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ വാർന്നു പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, പിന്നെ അമ്മ എനിക്ക് തീരെ വയ്യ. അപ്പൊ ബാത്റൂമിലൊക്കെ പോണേ ഒരാളുടെ ഹെൽപ്പ് വേണം. അതുപോലെ എനിക്ക് ശരീരം ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അങ്ങനെ നിലമ്പൂര് ചാലിയാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഇന്നും ഉണ്ടത്. ആ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുചെന്ന് രാവിലെ ആയപ്പോൾ കൊണ്ടുചെന്ന് അവർ അഡ്മിറ്റ് ആക്കി. 10 ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. മരുന്നുകളെല്ലാം ചെയ്തിട്ടും എനിക്ക് വലിയ കുറവില്ല. അപ്പൊ ഞങ്ങളുടെ പുല്ലഞ്ചേരി ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും എല്ലാ ദൈവമക്കളും അനേക ഇടങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം എൻ്റെ അമ്മയോട് ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, നിന്റെ തലമുറയിൽ ഒന്നിനെ പിന്നെ ഇങ്ങനെ ഒരു സിംഹം കുഞ്ഞാടിനെ പിടിച്ച് വിഴുങ്ങുന്നത് പോലെ നിന്റെ തലമുറയിൽ ഒന്നിനെ വിഴുങ്ങി ഒരു ചെറിയ കാല് മാത്രമേ ബാക്കിയുള്ളൂ. നീ അതിനെ പ്രാർത്ഥിച്ച് തിരികെ പ്രാപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഉപവാസവും പ്രാർത്ഥനയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് 10 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വലിയ കുറവൊന്നുമില്ല. 3-ാം ദിവസം ഇതേപോലെ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ കിടക്കുന്ന ആ വീടിന്റെ വാതിലിന്റെ അവിടുന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം എടുത്ത് വായിക്കാന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് അനങ്ങാതെ കിടന്നു. രണ്ടാമത് ഞാൻ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു പ്രാവശ്യം കൂടെ ആ ശബ്ദം കേട്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ച് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, സൺഡേ സ്കൂൾ പഠിച്ചത് ഇതെല്ലാം കൂടെ എൻ്റെ ഉള്ളിലോട്ട് ഇനി വന്നു കഴിഞ്ഞപ്പോ ഞാൻ അനങ്ങാതെ കണ്ണ് മുറുക്കി അടച്ചങ്ങ് കിടന്നു. എന്നോടല്ലാത്ത ഒരു രീതിയിൽ ഞാൻ അങ്ങ് കിടന്നു. മൂന്നാമത് ഞങ്ങളുടെ ആ വീട് കുടുങ്ങുമാറ് പിന്നെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം എൻ്റെ അമ്മ എൻ്റെ ഇളയ മോനെ ആ വീട്ടിലുള്ള. അപ്പൊ ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ മുറിയിൽ മേശപ്പുറത്തു നിന്ന് ആ ബൈബിൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കൊച്ചു ബൈബിൾ എടുത്തോണ്ട് വന്നു. ഞാൻ ചരിഞ്ഞു കിടന്ന് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാനൊന്നും വയ്യ. ചരിഞ്ഞു കിടന്നിട്ട് ആ ബൈബിൾ എടുത്ത് യെശയ്യാവ് 38-ാം അധ്യായം എടുത്ത് വായിച്ചിട്ട് ഞാൻ ഒരു വിധത്തിൽ ആ കട്ടിലിന്റെ ക്രാസിയെ പിടിച്ചിട്ട് ഞാൻ ഭിത്തിയെ ചാരി ഇരുന്നിട്ട് ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ ഹിസ്കിയാവിന് ആയുസ് കൊടുത്തെങ്കില് നീ എന്നെ വിടുവിക്കണം. ഞാൻ അന്ന് ഏറ്റവും എൻ്റെ ജീവിതത്തില് ഏറ്റവും തകർന്ന് കരഞ്ഞ ഒരു ദിവസമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇളയ പയ്യന് ഒരു 2.25 വയസ്സേ ഉള്ളൂ. ഞാനപ്പോ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിന് ഒരു 10 വയസ്സാകുന്നിടം വരെയും നീ എനിക്ക് ആയുസ് തരണം. 15 വർഷം ഹിസ്കിയാവിന് കൊടുത്തെങ്കിൽ നീ എനിക്കൊരു 7 വർഷമെങ്കിലും തരണമെന്ന് പറഞ്ഞ് ഞാൻ
ഏറ്റവും തകർന്ന് നിലവിളിച്ച ദിവസമാണ്. കുറച്ചു കഴിഞ്ഞ് എൻ്റെ അമ്മ എന്തോ മോളെ ചോദിച്ചപ്പോ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മോളെ വിടുതലുള്ളത് ദൈവം അറിയിക്കുന്നതാ, മോള് വിഷമിക്കണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാൽ അന്ന് 4 മണി സമയമായപ്പോഴേ പെട്ടെന്ന് എൻ്റെ അസുഖം കൂടിയിട്ട് എന്നെ പിന്നെയും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യനും ഡെയ്സി സെബാസ്റ്റ്യനും ആണ്. അവർ പറഞ്ഞു ഇനി യൂട്രസ് എടുത്തു കളയണം. അന്ന് എനിക്ക് 27 വയസ്സ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു ഇത്ര പിടിയുന്ന ഇതെല്ലാം എടുത്തു കളയണോ? അപ്പൊ പറഞ്ഞു ഇവള് മരണത്തിലോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ തീരുമാനിച്ചു. ഒരു ചൊവ്വാഴ്ച ഓപ്പറേഷൻ തീരുമാനിച്ചു. ബ്ലഡ് വേണം, ബ്ലഡ് കയറ്റിക്കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ പോലെ സുലഭമായിട്ടൊന്നും ബ്ലഡ് കിട്ടത്തില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തി അമ്മാമ്മയുടെ കൂടെ പഠിച്ച ഒരാളുടെ ഒരു ആധാരം എഴുതുന്ന ഒരാളുടെ ബ്ലഡ് എല്ലാം പറഞ്ഞ് ശരിയാക്കി. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം നോക്കി, അദ്ദേഹവും വന്നെല്ലാം നോക്കി. പിറ്റേ ദിവസം അപ്പൊ എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ അനിയത്തിയും എൻ്റെ ആങ്ങളെ, അവരും ചെറിയ പിള്ളേരാ, അവരും കൂടെ അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അന്നേരം എൻ്റെ പപ്പ അന്ന് സൗദിയിലാണ്. അന്ന് അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മാമ്മ രാവിലെ ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരങ്ങളെയും കൂടെ കൊണ്ട് ആശുപത്രിയിൽ വന്നു. അപ്പൊ എല്ലാ ഓപ്പറേഷനും തയ്യാറായിരിക്കുകയാണ്. അപ്പൊ തലേദിവസം രാത്രിയില് അമ്മ പറഞ്ഞു ഞാനൊന്ന് കുളിക്കട്ടെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഈ തലയുടെ ഭാഗത്ത് ആ സ്റ്റൂൾ ഇട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ കേൾക്കാതെ അച്ഛൻ ഒന്നും പറയരുതേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓപ്പറേഷനോട് കൂടെ മരിച്ചു പോകും, അച്ഛനെ കുഞ്ഞുങ്ങളെ നോക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരുമായിട്ട് ഒരിക്കലും പിണങ്ങരുത്. അപ്പൊ എൻ്റെ ഉള്ളിലെ ചിന്ത എന്താന്ന് ചോദിച്ചാല് എൻ്റെ കുഞ്ഞുങ്ങളെ അവര് നോക്കിക്കോളും, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ, കർത്താവിന്റെ വരവിന് താമസിച്ചാല് നമ്മുടെ 2 കുഞ്ഞുങ്ങളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് നീ ഹൃദയത്തിൽ കാണാമെന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് അതൊന്നും ഹൃദയത്തിൽ കാണാനൊന്നും ഉള്ള ഒരു കഴിവില്ല. എൻ്റെ നെഞ്ചു പൊട്ടുന്ന പോലത്തെ വേദനയാണ്. 10 മണി വരെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു. എനിക്ക് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട. ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ അന്നൊന്നും ഏറ്റെടുത്ത് കരയാനൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ദൈവത്തോട് കരയുന്നുണ്ട്, കർത്താവേ എനിക്ക് ആയുസ് തരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞാല് പ്രാർത്ഥന കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുക. രാവിലെ വന്ന് എന്നെ അവർ ഒരുക്കി. രാവിലെ അപ്പോ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മാമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇളയ പൈതലിനെ എടുത്ത് എൻ്റെ കട്ടിലേൽ ഇരുത്തി, മൂത്ത പൈതൽ എൻ്റെ കണ്ണി നോക്കി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ മൂത്ത മോന്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രകാരം പറയണമെന്ന് എൻ്റെ ഉള്ളിലുണ്ട്, മോനെ നീ കുഞ്ഞിനെയും കൂടെ നോക്കിക്കോണമെന്ന്. പക്ഷെ ഞാൻ വാ തുറന്നു പോയാൽ ഞാൻ അലറി കരഞ്ഞു പോകും. അത് കഴിഞ്ഞ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവരുടെ കയ്യെ പിടിച്ച് ഇവരുടെ കണ്ണിലോട്ട് നോക്കി. അപ്പൊ മുമ്പത്തെ ഓപ്പറേഷന്റെ ഉള്ളായിരുന്ന ഒരു ബെറ്റി സിസ്റ്റർ ഉണ്ട് അവിടെ. ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു ജെസ്സി എന്തോ കരയുന്ന, കഴിഞ്ഞ ഓപ്പറേഷനൊക്കെ ഭയങ്കര ധൈര്യമാണല്ലോ. എനിക്ക് ഇവരോട് ഒന്നും പറയാൻ വയ്യ. അങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ റൂമിൽ കൊണ്ടിരുന്നില്ല. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ആകുമ്പത്തേന് നമ്മളെ റൂമിൽ കൊണ്ടുവരും. പക്ഷെ കൊണ്ടിരുന്നില്ല. അപ്പൊ കുറെ കഴിഞ്ഞോണ്ട് ഡോക്ടർ ഇച്ചിരി സീരിയസ് ആന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഇവരാരും കയറ്റത്തില്ല, ആ ഡോറിൽ ആർക്കും പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ കയറി. ഞാൻ തണുത്ത് മരച്ച് ഒരു ശവശരീരം പോലെ കിടക്കുന്നു. പെട്ടെന്ന് എൻ്റെ അമ്മ അലറി കരയാനിടയായി തീർന്നു. അമ്മ കിടന്ന് കരഞ്ഞതിന് ശേഷമായിട്ട് പെട്ടെന്ന് ഡോക്ടർമാരെല്ലാം ഓടി വന്ന് എന്നെ സ്ട്രക്ചറിലെടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോഴത്തേന് അവിടുന്ന് വന്നവരും എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ആൾക്കാരും എൻ്റെ ദേശവാസികളും ചർച്ചുകാരും ആ ആശുപത്രിയിൽ നിറച്ച് ജനമായി തീർന്നു. എന്നാൽ ഡോക്ടർ ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ച്, അന്ന് IPCയിൽ ഇപ്പൊ കണ്ണൂരാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോ എവിടെയാണെന്ന് അറിയത്തില്ല, ഒരു തങ്കച്ചൻ പാസ്റ്ററായിരുന്നു അവിടെ ഇരുന്നത്. ആ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു സീരിയസ് ആ, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് 2 മരുന്നിന് എഴുതി കൊടുത്തു. ആ മരുന്നും കൊണ്ട് ആ മരുന്ന് മേടിക്കാൻ ആ പാസ്റ്റർ മോനും ചർച്ചിലെ ആരോ 2 സൈഡിലോട്ട് പോയി. എന്നാൽ ആ മരുന്നൊന്നും കിട്ടിയില്ല. അവര് പെട്ടെന്നുള്ള ഒരു ഇതിൽ എഴുതി കൊടുത്തതാണ്. എന്നാൽ അന്നേരം എനിക്കറിയാവുന്ന ഒരു കാര്യം, എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ട് പുറത്തോട്ട് പോയി. ഞാനിങ്ങനെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഞാനൊരു ലൈറ്റ് നീല പ്രകാശത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പോവുകയാണ്.
പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രകാശം. ഇപ്പോഴത്തെ കണ്ണുകൾക്ക് അത് നോക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഉയർന്നുയർന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ മഞ്ഞ് കാലത്ത് നെൽക്കതിരയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു ഇതില്ലേ, അതേപോലെ നെൽക്കതിര് പോലെ എന്റെ രണ്ട് വശത്തും ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട്, ഇങ്ങനെ വീശി അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നനയുന്നില്ല. നിങ്ങളോട് പറഞ്ഞാൽ എന്തെന്നില്ലാത്ത ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷത്തില് ഞാനിങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ ആകാശം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കയ്യ് എന്റെ ഈ തലയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്നെ താഴോട്ട് നോക്കിയപ്പോ സ്ട്രക്ചറിൽ എന്റെ ശരീരം കിടക്കുന്നതോ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങൾ എല്ലാവരും നിന്ന് പാവപ്പെട്ട് നിലവിളിക്കുന്നത് എനിക്ക് കാണാം. പക്ഷെ എനിക്ക് ഒരു സങ്കടമോ ഭാരമോ ഒന്നുമില്ല. മയങ്ങുന്നിടം വരെ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിച്ച ഞാൻ, യാതൊരു ഭാരവും എന്റെ ജീവിതത്തിലില്ല. ഞാൻ പിന്നെയും ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആകാശം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ആകാശവും പോലുള്ള സ്ഥലം പോലെ ആകാശം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശഗോളിതമായ ഒരു സ്ഥലം. അത് കഴിഞ്ഞപ്പോൾ കുറെ അങ്ങ് ചെന്നപ്പോ വലിയൊരു കെട്ടിടം കാണാം. അപ്പൊ ഇങ്ങനെ ഹല്ലേലൂയാന്ന് കേൾക്കാം എനിക്ക്. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇതെന്താകുന്നെന്ന്. അപ്പൊ പറഞ്ഞു ഇതാകുന്നു പറുദീസ എന്നൊരു ശബ്ദം. അങ്ങനെ എന്നെ ഈ കൈയാണ് കൊണ്ടുപോകുന്നത്. ആ കൈ കൊണ്ടുപോയി ഒരു കെട്ടിടത്തിന്റെ എല്ലാ ഡോർ ഇങ്ങനെ അടഞ്ഞ് കിടക്കുക. കുറെ അങ്ങ് ചെന്നപ്പോ ഒരു ഡോർ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട്. തുറന്ന് കിടന്ന് കഴിഞ്ഞേച്ച് എന്നെ ആ റൂമിന്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഞാൻ മുകളിലും അല്ല താഴെയല്ല, ഇങ്ങനെ ഒരു മധ്യഭാഗത്തായിട്ട് നിൽക്കാൻ തുടങ്ങി. അപ്പൊ ഈ പോകുന്നതും ഈ റൂമും ഈ കെട്ടിടവും എല്ലാം ഈ ലോകത്തിലെ എല്ലാ ലൈറ്റ് ഇട്ടാലും അത്ര പ്രകാശം കിട്ടത്തുള്ളൂ. അതുപോലെ പ്രകാശമായ ഒരു സ്ഥലം. അത്രയും കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആ റൂമിന്റെ ഒരു മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ എന്തോ പറഞ്ഞ വായുവിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക. അന്നേരം പെട്ടെന്ന് ആ റൂമിന്റെ ഒരു സൈഡ് ഭാഗത്തുനിന്ന് വലിയൊരു വെളിച്ചം വന്ന് എന്നെ അങ്ങ് ചുറ്റിമിന്നി. വലിയ വെളിച്ചം എന്ന് പറഞ്ഞാല് ചില ഭയങ്കര മഴയായിട്ട് ഇരുണ്ട് മൂടി നിൽക്കുമ്പോ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ ഒരു വെളിച്ചം വന്ന് എന്നെ ചുറ്റി മൂടി കഴിഞ്ഞിട്ട് മുട്ടിന് മേളിലുള്ള ഒരു കരം ഇങ്ങനെ വന്നു. ഇതിങ്ങനെ ഇങ്ങോട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ പറയാ ഇതെന്റെ കർത്താവിന്റെ കരമാണെന്ന്. കരം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെയൊക്കെ ചെറുപ്പം തൊട്ടുള്ള ചിന്ത ഇവിടെയാണ് ആണിപ്പാടുന്നത് ഇവിടെ. പക്ഷെ അല്ല, ഞാൻ കണ്ടിരിക്കുന്നത് ദാണ്ട് ഇവിടെയാണ്. ആ ഇങ്ങനെ ചോര ഇങ്ങനെ പാടുണ്ട്, പക്ഷെ ചോര ഒഴുകുന്നില്ല. ഇപ്പൊ മുറിഞ്ഞതുപോലെയുള്ള ഒരു കരം. അപ്പൊ ഞാൻ പറയുന്നു ഇതൊക്കെ എന്റെ കർത്താവിന്റെ കരമാണല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കരം വന്ന് എന്റെ തലയുടെ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെ താഴോട്ട് കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇഷ്ടവുമില്ല താഴോട്ട് വരാൻ. എനിക്കൊരു തോന്നുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ കാണുന്നുണ്ട് ശരീരം കിടക്കുന്ന, എന്റെ കുഞ്ഞുങ്ങൾ കരയുന്ന, ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞാന് എന്താ പറഞ്ഞ എനിക്ക് താഴോട്ട് വരാൻ ഒട്ടും ഇഷ്ടമില്ല. ഞാനിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ട്രക്ചറിൽ എന്റെ ശരീരത്തിന്റെ ഇവിടെ തന്നെ ആ കരം വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഞാൻ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ആ ഡെയ്സി സെബാസ്റ്റ്യൻ ഇങ്ങനെ താടിക്ക് കൈയും വെച്ച് അവിടെ നിന്ന് അവര് കരയുക. പിന്നെ ഒരു മാഗി ഡോക്ടർ, അതിപ്പം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലുണ്ട് ആ ഡോക്ടർ, പിന്നെ ഈ സെബാസ്റ്റ്യൻ ഡോക്ടർ, ഇവര് ചുറ്റും നിൽക്കാൻ 1-2 നഴ്സുമാരും ഉണ്ട്. ഇവർക്ക് ഞാൻ എന്തോ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. അപ്പം അതിന്റെ ഇടയിൽ ഇവര് ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അപ്പത്തേന് ആശുപത്രി ജനം കൊണ്ട് അത് നിറഞ്ഞു. എന്നിട്ട് ഇവർക്ക് പേടിയാ മരിച്ചു എന്ന് പറയാൻ. അപ്പൊ അതിന്റെ ഒരു വർഷം മുമ്പ് ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു. ഒരു മുസ്ലിം കുട്ടി ഇതേപോലെ ഓപ്പറേഷൻ ചെയ്ത് എന്തോ സിസേറിയനോടുള്ള ബന്ധത്തിൽ അവിടെ മരിച്ചിട്ട് ഹോസ്പിറ്റലെല്ലാം അവർ തല്ലി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അന്നേരം അതുപോലെ നമ്മുടെ ആൾക്കാരും ചെയ്യുമെന്നുള്ള ചിന്തയിലാണ് ഇവർ പുറത്തിറങ്ങാത്തതോ ഇത് പറയാത്തതോ. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന്. അപ്പോ ഞാൻ വെള്ളം തരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ഗ്ലൂക്കോസ്, അപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡ് എല്ലാം ഊരിക്കിടക്കുക. അപ്പൊ പറഞ്ഞു ഈ ഗ്ലൂക്കോസിന്റെ കുപ്പിന്ന് എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. അത് നിങ്ങൾ എന്റെ ദേഹത്ത് കയറ്റാനുള്ളതല്ലേ എന്ന്. അപ്പൊ ഉടനെ ഡോക്ടർ സെബാസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ജെസ്സി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡെയ്സി സെബാസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ജെസ്സിയുടെ അമ്മയോട് കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം പറയാനുണ്ടോന്ന്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയാണ് എനിക്കൊന്നും പറയാനില്ല. ഞാൻ
മരിക്കയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു മരിച്ചതായിരുന്നു, മാതാവ് രക്ഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ പെന്തക്കോസ്തില് ജനിച്ചു വളർന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അല്ല, യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറയാൻ അറിയാം, അല്ലാതെ എനിക്ക് ഒന്നും സുവിശേഷം പറയാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ അവരോട് പറഞ്ഞു, ഇല്ല, മാതാവ് ഒരിക്കലും രക്ഷിക്കത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരെ ചേർക്കാൻ എന്റെ കർത്താവാണ് മടങ്ങി വരുന്നത്. ഒരിക്കലും മാതാവ് രക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ മിണ്ടാതെ കിടക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പെട്ടെന്ന് ഗ്ലൂക്കോസ് എല്ലാം ഇട്ടു, ബ്ലഡ് എല്ലാം ഇട്ടപ്പോ എനിക്ക് കയറുന്നുണ്ട്. വെളിയിൽ ചെന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചെന്ന്. ആരും മിണ്ടത്തില്ല സംസാരിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ഭർത്താവ് അവരോട് പറഞ്ഞു, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ വെച്ച് കൊണ്ടുവന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, പുറത്തു പോയിക്കോ, ഞാൻ എളുപ്പം വെളി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മയുടെ അപ്പച്ചൻ ആ ദേശത്ത് അറിയുന്ന ഒരു വ്യക്തിയാണ്, KM തോമസ്. അപ്പൊ ആ അപ്പച്ചൻ കയറി വന്നു, മോളേന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എളുപ്പം വെളി പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഇവരോട് കിടന്ന് സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പൊ ഇവര് എന്നോട് ആ ഡോക്ടർ എനിക്ക് ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്ത വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞു, പെന്തക്കോസുകാരെല്ലാരും സ്വർഗത്തിൽ പോകത്തില്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരെ ചേർക്കാനാണ് എന്റെ കർത്താവ് വരുന്നതെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് എന്നെ 5:30 ആയപ്പോൾ, അപ്പൊ 12 മണിക്കാണ് എനിക്കിത് സംഭവിച്ചത്. 3:30 ആയപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറക്കാനിടയായി തീർന്നു. 3.5 മണിക്കൂറായിരുന്നു എനിക്ക് ജീവനില്ലാതെ ഞാൻ കിടന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 5:30 ആയപ്പോൾ എന്നെ റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രാത്രി 12 മണി വരെ അവിടെ നിന്ന് എന്റെ ചുറ്റും നിന്ന് സിസ്റ്റർമാരോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. 12 മണിയായപ്പോൾ പെട്ടെന്ന് ഞാൻ സംസാരമൊക്കെ നിർത്തി. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ മയങ്ങിപ്പോയതായിരിക്കുമെന്ന്. അപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് അന്നേരം ഒത്തിരി വണ്ണമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വീർക്കാൻ തുടങ്ങി. വീർത്ത് എന്താ പറയുന്ന ഭയങ്കര കരി പോലെ എന്നെ അങ്ങോട്ട് കറുത്തു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വയറെല്ലാം വീർത്തു. പിറ്റേ ദിവസം ഇവർ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് എന്തോ എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ ഒരു മരുന്നിന്റെ കളറാണെന്ന്. എന്നാല് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞു. എന്റെ അമ്മ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ എന്ന് കൊടുക്കാൻ. ഇവര് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തിക്കുമോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാല് എന്നെ ആംബുലൻസ് വിളിച്ചിട്ട് ഒരു ഡെഡ് ബോഡി കയറ്റുന്നത് പോലെ എന്നെ അവിടെ കൊണ്ടുചെന്നു. മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. നേരെ എന്റെ അമ്മയും എന്റെ ഹസ്ബൻഡും കൂടെ കരഞ്ഞു കാല് പിടിച്ചു ഇവിടെ കിടത്താൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ ICUവിൽ അഡ്മിറ്റായി. രാത്രി 2 മണി സമയം വരെ കിടക്കത്തുള്ളൂ, നിങ്ങൾക്ക് അറിയിക്കേണ്ടവർ അറിയിച്ചോളാൻ പറഞ്ഞു. ആശുപത്രിയിൽ പിന്നെയും ജനങ്ങളായി. നിങ്ങളോട് പറയട്ടെ, ഞാൻ ആ കിടപ്പ് 1 മാസത്തിൽ കൂടുതൽ ICUവിൽ കിടന്നു. ലക്ഷങ്ങള്, ഒരു 10,000 രൂപയിൽ തുടങ്ങിയ ഓപ്പറേഷനാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചു. 16 കുപ്പി ബ്ലഡ് എന്റെ ശരീരത്തിൽ കയറ്റി. ജീവനും മരണത്തിനും ഇടയിൽ, അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്റെ ആമാശയം പഴുത്തു, എന്റെ വലതുവശം തളർന്നുപോയി, അറ്റാക്ക് ഉണ്ടായി, ഷുഗർ കൂടി, BP 60-ൽ താഴെയായി, മഞ്ഞപ്പിത്തം, എന്തെല്ലാം, പിന്നെ സെപ്റ്റിസേമിയ, അങ്ങനെ എല്ലാ അസുഖങ്ങളും എന്നെ കയറി പിടിച്ചു. ഞാൻ രക്ഷപ്പെടത്തില്ല, ഒരു മരുന്നൊന്നിനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയട്ടെ, അനേക ദൈവമക്കളെ അനേക ഇടങ്ങളിൽ എന്നെ അറിഞ്ഞവരും അറിയാത്തവരും ഇരുന്ന് എനിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പുറത്ത് കിടന്ന ഒരു മുസ്ലിം യുവാവായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് ദൂരം പോണം. എന്നിട്ട് അവന് 22 വയസ്സ്. ഞാനതൊക്കെ പിന്നെ അവര് പറഞ്ഞാണ് അറിയുന്നത് കേട്ടോ, 22 വയസ്സ്. അപ്പൊ ആ ഉമ്മ ഇങ്ങനെ എന്റെ അമ്മയോട് പറഞ്ഞു, ഈ 2 മക്കളുടെ കണ്ണി നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്, എന്റെ മകനെ പടച്ചോൻ അങ്ങ് വിളിച്ചാലും വേണ്ടില്ല, ഈ കുട്ടിക്ക് ജീവൻ കൊടുക്കട്ടെന്ന്. എന്നാൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ മരിച്ചുപോയി. നിങ്ങളോട് പറഞ്ഞാൽ എപ്പോൾ ആംബുലൻസ് എപ്പോ എത്തും, എന്റെ ഡെഡ് ബോഡി എപ്പോ വീട്ടിലെത്തും എന്ന് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ 1.5 മാസം അവിടെ കിടന്നു. അതിനുശേഷം പിന്നെ എന്നെ റൂമിലേക്ക് ഇറക്കി. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പ സൗദിയിലെ ഒരു ഡ്രൈവർ ആയിരുന്നു. പപ്പ എഴുതി കൊടുത്തു എനിക്ക് ഇപ്പൊ പിന്നെ ലീവ് വേണ്ടെന്ന്. അത് കഴിച്ച് പപ്പ എഴുതി കൊടുത്തു, ഇത് പിന്നെ ലീവ് ലെറ്ററും കൊണ്ട് എഴുതി ചെന്നു. അവിടെ സൗദിയിലായിരുന്ന സഭയിലെ
എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്നിട്ട് അറബിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അറബി പപ്പായ്ക്കുള്ള ടിക്കറ്റും കൊടുത്തേച്ച് പറഞ്ഞു, അള്ളാഹു നിന്റെ മകളെ ജീവനോട് ചെന്ന് കാണാൻ സഹായിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞാല് എന്നെ റൂമിൽ ഇറക്കി. 2-ാം ദിവസം എന്റെ പിതാവ് വന്നു, എന്നെ കണ്ടു. പക്ഷെ എനിക്ക് അന്നേരം ഒന്നും മനസ്സിലാകത്തില്ല. റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്റെ അനിയത്തി എന്റെ 2 കുഞ്ഞുങ്ങളെയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വലതുവശം തളർന്നതാണല്ലോ, വലത് കൈ ഒന്നും അനക്കാൻ വയ്യ, ഇടത് കൈ അനക്കാം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ഇതുങ്ങളെ നുള്ളിപ്പറിക്കുക, ഞാൻ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ അനിയത്തി കരഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു, മോളെ അവൾക്ക് ഒരു സ്വന്തം ബോധമില്ല, ഡോക്ടർ പറഞ്ഞത് ഒരു ബോധത്തിലോട്ട് ഇനി വരത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കിടക്കുന്നതെന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ചില നാളുകൾ അവിടെ കിടന്നിട്ട് എന്റെ പപ്പായും എന്റെ ഹസ്ബൻഡും കൂടെ എഴുതി ഒപ്പിട്ടു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലോട്ട് കൊണ്ടുവന്നെന്ന്. വീട്ടിൽ കൊണ്ടുവന്ന രാത്രി ഏതാ പകലേതാ ഒന്നും അറിയാത്തൊരു സാഹചര്യം. എന്നെ ചരിച്ചു കിടത്തണമെങ്കിൽ ആരെങ്കിലും ചരിച്ചു കിടത്തണം, അങ്ങനത്തെ ഒരു സാഹചര്യം. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ വെളുപ്പിന് പ്രാർത്ഥിക്കുക. എനിക്ക് ഒന്നും അറിയുന്നില്ല എപ്പോഴാണെന്ന്. അപ്പൊ ഇങ്ങനെ പാട്ട് പാടി ഇവര് പ്രാർത്ഥിക്കും, പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കുകയാണെന്ന്. അപ്പൊ എന്റെ ഈ ഇടത് സൈഡിൽ ഒരു തോർത്ത് എന്റെ തലേണയെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവരെന്റെ മുഖമൊക്കെ തുടയ്ക്കാൻ വെച്ചിരുന്ന എങ്ങാണ്ട. ഞാൻ അതെടുത്ത് ഇങ്ങനെ തലയെ കൊണ്ടിട്ടിട്ട് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു. പക്ഷേങ്കില് പെട്ടെന്ന് ഞാന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നിറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേക്കാൻ തുടങ്ങി. എന്റെ പപ്പയും അമ്മയും എല്ലാവരും കൂടെ ഓടി വന്നു, ഇപ്പുറത്തെ മുറിയിലോട്ട് ഓടി വന്നു. അമ്മ കയറി എന്നെ പിടിച്ചോ, പപ്പ പറഞ്ഞു വിടാൻ പറഞ്ഞു. പപ്പായ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് മനസ്സിലായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചതാണ്. നിങ്ങളോട് പറയട്ടെ, ഞാൻ അന്ന് തൊട്ട് ഒരു കൊച്ചു കുഞ്ഞ് നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അയൽവാസികൾ നോക്കി നിൽക്കും ഞാനിങ്ങനെ നടക്കുന്നത് കാണാന്. അങ്ങനെ കുറച്ച് ദിവസം എല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ മുടിയെല്ലാം, അപ്പൊ ധാരാളം തലമുടി ഉണ്ടായിരുന്നു, മുടിയെല്ലാം ഇങ്ങനെ തലേണയെല്ലാം ഇങ്ങനെ വീഴാൻ തുടങ്ങി. രാവിലെ അമ്മ എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ അമ്മ ഒരു തോർത്ത് വിരിച്ചിടും, എന്താ വെച്ചാൽ ഇതെടുത്ത് കൊട്ടിയാൽ മതിയല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വിളിച്ച് നിലമ്പൂർ ഉണ്ണിവാര്യർ എന്ന് പറഞ്ഞ ഒരു വൈദ്യനുണ്ട്, പേരുകേട്ടിയ ഒരു വൈദ്യനാ, അവിടെ കൊണ്ടുപോയി. എന്റെ പപ്പായുടെ ഒരു സ്നേഹിതനായിരുന്നു. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞേച്ച് നോക്കിയേച്ച് അത് പറഞ്ഞു, അവളെ കൊണ്ട് വണ്ടിയെ നിർത്തിക്ക്, ഒരു എണ്ണയുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തരാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ പപ്പായോട് പറഞ്ഞു, പിന്നെ ഈ തൊലി മുഴുവൻ ചത്ത കോശമാണ്, ഇനി അത് മുഴുവൻ പോയിട്ട് ജീവനുള്ള കോശം വന്നിട്ട് അവൾക്ക് ഇനി മുടി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും പപ്പ വീട്ടിലാരോടും പറഞ്ഞില്ല. ഒരു ദിവസം അമ്മ എന്നെ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി വെളിയിലിരുത്തി, സ്റ്റൂളയിലിരുത്തി. എന്റെ തലമുടി ധാരാളം ഉണ്ടല്ലോ, ICU കിടന്നപ്പോ നേഴ്സുമാര് ഡോക്ടർമാര് ഇത് കണ്ടിച്ച് കളയാൻ, അവർക്ക് ഡെയിലി ഇത് ക്ലീൻ ഒക്കെ ആക്കണ്ടേ. അപ്പൊ അമ്മ സമ്മതിച്ചില്ല. അമ്മ ഇങ്ങനെ എണ്ണ അങ്ങോട്ട് തേക്ക്, ഈ തൊലിയോട് കൂടെ ഉരിഞ്ഞ അമ്മയുടെ കയ്യിലോട്ട് ആ മുടിയെല്ലാം കൂടെ. ഞാൻ അങ്ങ് കരഞ്ഞു പെട്ടെന്ന്. എന്റെ അനിയത്തിയോട് ഞാൻ പറഞ്ഞു, മോളെ ആ കണ്ണാടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവളിങ്ങോട്ട് കൊണ്ടുവന്നപ്പോ എന്തോ ഒരു രൂപമാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ അങ്ങ് വലിയവായി കരഞ്ഞു. അപ്പൊ എന്റെ അമ്മയും കരഞ്ഞു. പെട്ടെന്ന് പപ്പ പറഞ്ഞു, മോള് കരയുണ്ട, നല്ലപോലെ മുടിയൊക്കെ കിളിച്ചു വരുമെന്നെല്ലാം പറഞ്ഞു. ഒടുവിൽ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി കുളിപ്പിക്കാൻ അമ്മ ഇങ്ങനെ തുടങ്ങിയപ്പോ അപ്പൊ എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, അച്ഛൻ എന്നെ ഇഷ്ടക്കുറവാണെങ്കിൽ ഞാൻ ഒരിക്കലും മുടി കിളിച്ചില്ലേ കൂടെ പോത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമൊക്കെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിലെടുത്തു. അമ്മ എന്നെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നുണ്ട്, അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്നുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ എന്താ ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കാണോ, നീ എനിക്ക് ജീവൻ തന്നെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു ശബ്ദം കേട്ടു, നിന്റെ തലയിലെ ഒരു മുടി പോലും ഞാൻ അറിയാതെ പോകുകയില്ലെന്ന്. അപ്പൊ എനിക്കൊരു മനസ്സിനൊരു സമാധാനമായി. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. അങ്ങനെ എന്നാലും ഉള്ളി ചെറിയ വിഷമമുണ്ട്. മുടിയെല്ലാം പോയി നമ്മുടെ ആ രൂപം ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ കിടന്നു. രാത്രിയില് പാസ്റ്ററും ആന്റിയും കൂടെ രാത്രിയിൽ അന്നും പ്രയർ നടന്നുകൊണ്ടിരിക്കുക ചർച്ചില്, അവിടെ നിലമ്പൂർ പുല്ലഞ്ചേരി ചർച്ചിൽ. അപ്പൊ ആന്റിയും കൂടെ എന്നും വരും രാത്രിയില്. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു, എന്താ എല്ലാരും ഒരു മൗനം പോലെ. അപ്പൊ എന്റെ തലയിൽ കൂടെ ഒരു തോർത്തൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുക ഞാന്. അപ്പൊ എന്താ ഇങ്ങനെ എന്താന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവളുടെ മുടിയെല്ലാം പോയെന്ന്. അപ്പൊ പാസ്റ്റർ ആന്റി ആ തോർത്ത് മാറ്റിയപ്പോ ഞാൻ അങ്ങ് പെട്ടെന്ന് കരഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നോട് ഒരു കാര്യം ചോദിച്ചു, മോളെ നിന്റെ എല്ലാ അവയവവും നശിച്ച് പഴുത്തെല്ലാം പോയി, എന്റെ ആമാശി എല്ലാം പഴുത്തു പോയതല്ലേ, നിന്റെ എല്ലാ അവയവങ്ങളും പോയിട്ട് ദൈവം നിനക്ക് പുതിയ അവയവം ദൈവം വെച്ച് പിടിപ്പിച്ചെങ്കില് ഈ പഴയ മുടി നിനക്ക് എന്തിനാണെന്ന് ആ ഒരൊറ്റ വാക്ക് എന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എന്താ പറയുന്നത് ഒരു ബലം നൽകി.
അന്നോട്ട് ഞാൻ കരയാനൊന്നും പോയില്ല. എന്നിട്ട് പിന്നെ അച്ഛനെ കുമ്പനാട് ചെന്നിട്ട് പാസ്റ്റർ കെ സി ജോൺ പാസ്റ്ററെ കണ്ട IPC-യിലെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പഴയ സഭ വേണ്ട, ചെറിയൊരു പുതിയ പ്രവർത്തനം മതി, കുന്നും മലയും ഉള്ളിടത്ത് പറ്റത്തില്ലെന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ 3 മാസമായി. മൗലാനെ എന്നെ വിട്ടപ്പോ പറഞ്ഞത് ഏത് സമയം എന്ത് സംഭവിക്കാം അങ്ങനെ പറഞ്ഞിരുന്ന. 3 മാസം കഴിഞ്ഞു, 4-ാം മാസം ആയപ്പോ തന്നെ അപ്പൊ ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഒരു കട്ടച്ചൽ എന്ന് പറയും, അവിടെ ഒരു പുതിയ ഒരു 3-4 വീട്ടുകാരുണ്ട്. അവിടെ ഒരു വാടക കെട്ടിടമുള്ള, അങ്ങനെ ആ സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുടി ഇല്ലല്ലോ, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്നൊന്നും നമുക്ക് സ്കാർഫ് ഒന്നും അത്ര ഇല്ല, വല്ല ഗൾഫുകാരുടെ വീട്ടിലൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു കറുത്ത തുണിയും കെട്ടിയിട്ട്, ത്രികോണത്തിലുള്ള ഒരു കറുത്ത തുണിയും കെട്ടിയിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. പലയിടത്ത് അനുഭവ സാക്ഷ്യത്തിന് വിളിക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ് പുറത്തു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞേച്ച് ഞാൻ നാട്ടിലൊരു സ്ഥലത്ത് പിന്നെ അനുഭവ സാക്ഷി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആ സാക്ഷ്യം കേട്ടിട്ട് പാസ്റ്റർ ബി മോനച്ചൻ കായംകുളം അവരുടെ ചർച്ച് ഏലിയം ചർച്ചിലേക്ക് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ അവിടെ വന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ 1.5 വർഷമായി ഞങ്ങൾ അവിടെ വന്ന്. ഞാൻ രാവിലെ ഈ മോന് UKG പോകുന്ന മോന് ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വയറിനൊരു വേദന വന്ന് ഞാൻ അങ്ങ് മയങ്ങി. അപ്പൊ ആ ഹോളിന്റെ തൊട്ടപ്പുറത്തെ ബിമോൻച്ച പാസ്റ്റർ ചേട്ടനും കുടുംബം താമസിക്കുന്നു, ഇപ്പുറത്തെ ഒരു മർത്തോമേലെ അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നു. ഇവർ ഓടി വന്നു. ചുരുക്കി പറഞ്ഞ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലെ കായംകുളം എബനേസർ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോ ഇവര് പറഞ്ഞു എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതാണെന്നെല്ലാം പറഞ്ഞപ്പോഴത്തേന് ഡോക്ടർ സ്കാൻ ചെയ്യാതെ തന്നെ ഒന്നും ചെയ്യത്തില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്റെ വയറ്റിൽ ഒരു വലിയ മുഴ പോലൊരു സാധനം, ഒരു കരള് പോലൊരു സാധനം കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു. ഡോക്ടർ അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തള്ളി. നിങ്ങളോട് പറയട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പല പ്രാവശ്യം പോയി, ചെല്ലുമ്പോ സ്കാൻ ചെയ്യുക. ഇവര് പറയുന്ന എന്റെ വയറ്റിൽ എന്തോ ഒരു സാധനമുണ്ട്, അത് എടുത്താലും എടുത്തില്ലേലും ഞാൻ മരിക്കുമെന്ന്. അത് കഴിഞ്ഞേച്ച് ഞാൻ അപ്പൊ അമ്മ എന്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് നോക്കാനൊന്നും, മരുന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു ബോധം പോലുമില്ല, അങ്ങനെ നോക്കാനൊന്നും പറ്റാതെ. അപ്പത്തേനും 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4-ാമത്തേത് എല്ലാം കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞു. പപ്പായും അമ്മയും എന്റെ സഹോദരങ്ങളും കൂടെ അവിടെ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഇങ്ങനെ കൂടി. എന്നെ തിരുവല്ല പുഷ്പഗിരി കൊണ്ടുവന്നു കഴിഞ്ഞ് അവര് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ വലിക്കുന്നുണ്ട്, ബോധമൊന്നുമില്ല, എനിക്ക് ഒരു ബോധം ഒന്നും അറിയുന്നില്ല, ഇങ്ങനെ ഏങ്ങി വലിക്കുന്നുണ്ട്. വലിച്ചപ്പോ അവര് പറഞ്ഞു എളുപ്പം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നത് ഞാൻ അവസാന ശ്വാസം വലിക്കുവാണെന്നാ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല, ഇവര് കൊണ്ടുവന്നു. അന്നാണെങ്കിൽ വണ്ടി ഒന്നും ഓടത്തില്ല. എല്ലാരും പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പെരിന്തൽമണ്ണ മൗലാനെ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ചിലര് പറഞ്ഞു വിളിച്ചു ചോദിക്കാന്ന്, ചിലര് പറഞ്ഞു. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു വിളിച്ചു ചോദിക്കണ്ട, ചിലപ്പോ അവിടെ എടുത്തില്ലേ എന്ത് ചെയ്യുമെന്ന്. അന്നേരം അവിടെ 6 മണിക്ക് വണ്ടി ഓടത്തുള്ളൂ, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അവിടെ എന്നെ കിടത്തി. അവിടെയുള്ള കായംകുളത്തുള്ള ദേശത്തെ മറ്റുള്ള സഭകളിലെ സഭ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ലാതെ എന്നെ വന്ന് കണ്ടോണ്ടിരുന്നു. കാണുമ്പോ എന്റെ ചെറിയ മോൻ എന്റെ കട്ടിലേൽ ഇരിപ്പുണ്ട്, വലിയ മോന് കരഞ്ഞ് അവൻ ആ ഹോളിൽ ഇങ്ങനെയൊക്കെ തളർന്നു കിടക്കും. ആച്ചാനും അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഒരു 4:30 സമയമായെന്ന് തോന്നി, എനിക്ക് സമയം അറിയത്തില്ല. ഉച്ച കഴിഞ്ഞ സമയത്ത് കായംകുളം എബനേസർ ചർച്ചിലാന്ന് തോന്നുന്നു, സ്റ്റീഫൻ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ വന്നിട്ട് ജീവനോ മരണമോ ഏതായാലും സമ്മതം എന്നുള്ള പാട്ട് പാടി. അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് കേൾക്കാം, എനിക്ക് കൈ അനക്കാൻ പറ്റത്തില്ല, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ നിന്റെ ദാസി നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് വലിക്കുന്നുണ്ട്, ചേർക്കപ്പെടാൻ പോകുന്നു. കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ ദാസനെയും മാതാപിതാക്കളെയും എല്ലാം നീ ആശ്വസിപ്പിക്കണമെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്നേരം അറിയാം, ഇല്ല ഞാൻ മരിക്കയില്ല. ഞാൻ മരിച്ചിട്ട് 3.5 മണിക്കൂർ എനിക്ക് ജീവനില്ലാതെ ഞാൻ തിരിച്ചു വന്നിട്ട് ദൈവം എനിക്ക് ജീവൻ തന്നെങ്കിൽ, അനേക ഇടത്തിൽ ഞാൻ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനേകര് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് ചോദിക്കത്തില്ല നിന്റെ ദൈവം എവിടെ. ഇല്ല, ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വരും എന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് തോന്നാൻ തുടങ്ങി. പക്ഷെ എനിക്കൊന്നും സംസാരിക്കാനോ കൈ അനക്കാനോ കണ്ണു തുറക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടോ, ഒന്നും പറ്റത്തില്ല.
ഒരു 6-6:30 ആയപ്പോൾ എന്നെ എടുത്ത് വണ്ടിയെ കയറ്റി എല്ലാരും കൂടെ കയറി ഇവിടെ. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും ആൾക്കാർ വന്നു മൗലാനയ്ക്ക് എന്നെ കൊണ്ടുവരുക. ശരിക്കും എന്നെ ആ ചർച്ചിൽ നിന്ന് എടുത്ത് വണ്ടിയെ കയറ്റുമ്പോൾ ഒരു ഡെഡ് ബോഡി എടുത്ത് കയറ്റുന്ന പോലുള്ള കരച്ചിലായിരുന്നു. അതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മൗലാന വന്നു. വെളുപ്പിനായപ്പോഴ് അപ്പൊ വെളുപ്പിനായി ഇവിടെ പെരിന്തൽമണ്ണ മൗലാനയിലെത്തി കഴിഞ്ഞ് ഡോക്ടർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജെസ്സിയുടെ മുടിയല്ലോ എന്തിയെ പോയോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ കുറച്ച് ഇവർ മരുന്നൊക്കെ ചെയ്ത് എനിക്ക് ബോധം വന്ന് കണ്ണൊക്കെ തുറന്നു. അപ്പൊ എനിക്ക് ഇത്ര മുടി കളിച്ചിട്ടുണ്ട്. കായംകുളം വന്നപ്പോ എനിക്ക് ചെവിക്കറ്റ ബോബി ചെയ്തപോലെ തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, ബോബി എഴുതിയാണോ? ഞാൻ പറഞ്ഞു അല്ല, മുടിയെല്ലാം പോയിട്ട് ഇങ്ങനെ വന്നതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഇവര് എന്താണെന്ന് എന്നോട് പറയുന്നില്ല. പക്ഷെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്റെ വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ വയ്യ, അത് ഡോക്ടർ എടുത്തു കളയണമെന്ന് പറഞ്ഞു. ഡോക്ടർ സ്കാൻ റിപ്പോർട്ടും എല്ലാം നോക്കി അന്ന് തന്നെ ആ വെളുപ്പിനെത്തിയെങ്കിൽ അന്ന് തന്നെ ഓപ്പറേഷൻ തീരുമാനിച്ചിട്ട് എന്റെ പപ്പായോടും എന്റെ അച്ഛനോടും വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ചെയ്താലും ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല, പക്ഷെ ചെയ്തില്ലെങ്കിൽ ഏത് സമയം മരണം സംഭവിക്കുന്നത്. പിന്നെ എന്റെ അടുത്തോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്തോ എന്റെ വയറ്റിൽ കിടപ്പുണ്ട്, എടുത്തു കളയാൻ പറഞ്ഞു. നിങ്ങളോട് പറയട്ടെ. അങ്ങനെ എന്റെ ഓപ്പറേഷൻ ചെയ്തു. ഞങ്ങളുടെ കായംകുളത്തു നിന്ന് വന്നവരെല്ലാം പ്രാർത്ഥിച്ചു. എന്റെ അമ്മയുടെ അപ്പച്ചൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അവിടുത്തെ പുല്ലഞ്ചേരിയിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഒരു കൂട്ടം ജനം. സെക്യൂരിറ്റി ചോദിക്കാൻ ജെസ്സി മാത്യുവിന്റെ ആൾക്കാർ എന്താ ഇങ്ങനെന്ന്. അപ്പൊ അവര് പറഞ്ഞു കാര്യമില്ല, എന്താ വെച്ചാൽ ഒരു പ്രതീക്ഷയില്ല, കയറ്റി വിട്ടോളാം, കാണേണ്ടവരെല്ലാം കാണട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് എന്നെ ഞാൻ ഒഴിച്ച് എല്ലാവരും കരഞ്ഞു. എനിക്കൊരു സങ്കടം വന്നില്ല. അപ്പൊ അതിന്റെ മുമ്പ് എന്നെ കോട്ടയത്തു നിന്നെല്ലാം തള്ളിയപ്പോ എന്റെ മൂത്ത മോൻ എന്റെ കൂടെ ഉണ്ടല്ലോ, അവൻ 6ാം ക്ലാസ്സിലാ. അവനപ്പൊ എന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ കൂടെ കിടന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ മരിച്ചാൽ ഞങ്ങൾക്ക് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, അമ്മയില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അവരോടൊപ്പമായിട്ട് കർത്താവ് നിങ്ങളെ നോക്കിക്കോളും, കർത്താവ് നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞു. അതിനു മുമ്പൊക്കെയാണ് ഞാൻ അലമുറയിട്ട് കരയുന്ന ഞാനായിരുന്നു. എനിക്കറിയാമായിരുന്നു ദൈവം അറിയാതെ എന്റെ ജീവിതത്തില് ഒന്നും സംഭവിക്കത്തില്ലെന്ന്. എനിക്ക് അങ്ങോട്ട് ഉറപ്പും പ്രത്യാശയുമായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ആ ഓപ്പറേഷന്റെ തിയേറ്ററിന്റെ ഉള്ളില് അങ്ങോട്ട് ഡോറ് തുറന്ന് എന്റെ സ്ട്രക്ചർ അങ്ങോട്ട് വലിക്കുക. എന്റെ ഇളയ മോനെ അമ്മ എളിയയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ കരഞ്ഞു, എന്റെ അമ്മയുടെ കൂടെ എന്നെയും കൂടെ വിടുമെന്ന്. പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം ഞാൻ ആ അമ്മയുടെ ഹൃദയം എന്റെ ഇതിൽ വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇനി ഞാൻ വെളിയിൽ വന്ന് എന്റെ മോനെ കാണുമോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാമിനെ നിനക്കറിയത്തില്ലയോ, ഹാഗാറിനെ നിനക്കറിയത്തില്ല. അങ്ങനെ പഴയ നിയമ ഭക്തന്മാർ അനുഭവിച്ച കഷ്ടത മുഴുവൻ ഇങ്ങനെ എന്നോട്, നമ്മൾ രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞാനും ദൈവവുമായിട്ടുള്ള ഒരു സംസാരമായി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 നേഴ്സുമാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സെപ്റ്റിസേമിയ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ കുറെ മാസങ്ങൾ കിടന്നല്ലേ. ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ലോകപ്രകാരം ഞങ്ങൾ മരുന്ന് ചെയ്തു, പക്ഷെ ദൈവമാണ് ഞങ്ങളെ വിടുവിച്ചതെന്ന്. അവരപ്പൊ ചോദിച്ചു എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു എങ്ങനെ ഉപവാസവും പ്രാർത്ഥന. ഞാനപ്പൊ അവരോട് എല്ലാ രീതിയിലും പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പ്രാർത്ഥിക്കും, നമ്മളപ്പൊ മരിച്ചാലും ജീവിച്ചാലും അതെല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവരോടെല്ലാം പറഞ്ഞു. അപ്പൊ അവിടുന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു ജെസ്സി മാത്യുവിനെ കൊണ്ടുവരാന്. അതിന് അല്ലാതെ ഓപ്പറേഷൻ ചെയ്യുന്നവരെയല്ല, അതിന്റെ 2 റൂം ഇപ്പുറത്തുനിന്ന് മയക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്കപ്പോ അമിത ഡോസ് ഒന്നും മയക്കാനും പറ്റത്തില്ല. 3-3.5 മണിക്കൂർ കൂടുതൽ എന്നെ മയക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ഡോക്ടർമാരും പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ പേര് നമുക്ക് വിളിക്കുന്നത് കേൾക്കാം. ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കൊരു തുണി തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ കയ്യിലെല്ലാം ഗ്ലൂക്കോസും ബ്ലഡും കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ ഇവരും കൂടെ താങ്ങി പിടിച്ച് ഞാൻ ആ ഗ്ലൂക്കോസ് കയറ്റി കൈ കുത്തിപ്പിടിച്ചിട്ട് ഞാനിങ്ങനെ ഒരുമാതിരി ആ സ്ട്രക്ചറിലൊന്ന് ഇരുന്ന് ഒരു ചെറിയ പച്ച തുണി എന്റെ തലയിൽ ഇട്ടു തന്നു. ഞാനപ്പോ പെട്ടെന്ന് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ഈ ഓപ്പറേഷൻ ഡോക്ടർമാരുടെ ബുദ്ധിയിൽ അസാധ്യമാണ്. നീയാണ് അവർക്ക് ബുദ്ധി കൊടുത്തതെങ്കിൽ നീ എന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇറങ്ങി വന്ന് നീ എന്റെ ഓപ്പറേഷൻ നടത്തണമെന്ന്. ഇത്ര ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഒന്നും പറഞ്ഞില്ല. ഇത്ര പറഞ്ഞപ്പോൾ അന്നത്തെ 6 നില കെട്ടിടം കുടുങ്ങുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു, എന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്നെന്ന്. പ്രിയമുള്ളവരെ,
അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞോ, ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ ഇവര് ചോദിച്ചു കഴിഞ്ഞോ എന്ന്. ആന്ന് പറഞ്ഞു. എന്നെ പെട്ടെന്ന് കിടത്തി എന്നെ സ്ട്രെച്ചർ വലിച്ചുകൊണ്ട് ആ തിയേറ്ററിലോട്ട് പോവാ. അപ്പൊ ഞാൻ ദൈവത്തോട് പറയുന്നു, കർത്താവേ, നിന്റെ ഉള്ളംകൈയിലെ വരയാണെങ്കിൽ ഞാൻ ഈ കൈക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ താഴെ പോത്തില്ല. കൈ കമിഴ്ത്താട്ടെ, കൈ മുറിയാട്ടെ, എന്ത് സംഭവിച്ചാലും ഞാൻ ഈ വരയല്ലേ, ഞാൻ താഴെ പോത്തില്ല. അത് കഴിഞ്ഞ അവിടെ ചെന്നിട്ട് കുറെ ഡോക്ടർമാരുണ്ട്. ഇസ്മായിൽ ഡോക്ടർ ചോദിച്ചു, ജെസ്സി എന്തോ ഓപ്പറേഷൻ ചെയ്യണം? ഞാൻ പറഞ്ഞു, ചെയ്യണം ഡോക്ടർ, എന്റെ വയറ്റിൽ എന്തോ കിടപ്പുണ്ട്, എനിക്കൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ 3.5 മണിക്കൂർ മരിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. അപ്പൊ പറഞ്ഞു, തന്റെ കാര്യം എല്ലാം മിറുക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ വെളിയിൽ പറയണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, എന്ത് സംഭവിച്ചാലും നിങ്ങൾ അപ്പൊ തന്നെ വെളിയിൽ പറയണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മയക്കി ഓപ്പറേഷൻ ചെയ്തു. അത് ഇവര് ഡോക്ടർമാര് എന്റെ മാതാപിതാക്കളോടെല്ലാം പറഞ്ഞിട്ടുള്ള ബാക്കി എനിക്കറിയത്തില്ല. ഞാൻ ഓപ്പറേഷൻ ചെയ്തു, ഞാൻ മയങ്ങി. ഓപ്പറേഷൻ പകുതി ആയപ്പോ എനിക്ക് അറ്റാക്ക് ഉണ്ടായി. ഞാൻ ആ ടേബിളിൽ കിടന്ന് പെടയാൻ തുടങ്ങി. ഇവരും ഇതായിപ്പോയി. എന്താ വെച്ചാൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, പകുതി ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും ഞാൻ എന്റെ ചിറി നാക്കും എല്ലാം കൂടെ ആ മരണവെപ്രാളത്തിൽ കടിച്ചു മുറിച്ച്, നമുക്കിതൊന്നും അറിയത്തില്ല. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ മരിച്ചില്ല, ഇന്ന് ഞാൻ ജീവിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവര് എന്ത് ചെയ്താ വെളിയിൽ കൊണ്ടിരത്തില്ല. അപ്പോഴത്തേനും കായംകുളത്തുനിന്ന് 2 ദിവസമായിട്ട് വന്നവരല്ലേ, അവരെല്ലാം നിൽക്കുക. അപ്പൊ എന്റെ പപ്പ കയറി പറഞ്ഞു, ഇങ്ങനെ അവരുടെ ചർച്ചയിൽ നിന്ന് വന്നവർ അവർക്കൊന്ന് കണ്ടിട്ട് പോണോന്ന്. രാത്രി 8:30 ആയപ്പോ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. ഇങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാരും എന്നെ വന്ന് കാണുക. അപ്പൊ എന്റെ അമ്മയൊക്കെ പറയുക, ഞാനാണെന്ന് മനസ്സിലാകത്തില്ല, മുഖമെല്ലാം വീർത്ത് ഇതെല്ലാം മുറിഞ്ഞ് ഇങ്ങനെ വല്ലാതെ. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായി, ഇതെല്ലാം കടിച്ചു മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറിയെല്ലാം വീർത്ത്, എല്ലാം എന്റെ രൂപം കണ്ട അറിയത്തില്ല. പെട്ടെന്ന് ഇവര് കണ്ട് എന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ICU കയറ്റി. അവിടെ കിടത്തി. എനിക്ക് ബോധവും ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ചെന്നിട്ട് ആ നേഴ്സിനോട് പറഞ്ഞു, എന്നെ ജീവനോടൊന്ന് കാണിക്കുമോ എന്ന്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ നിയമമില്ല. അത് കഴിഞ്ഞ ആ നേഴ്സ് പിന്നെ പറഞ്ഞത്, ഇത് മാറ്റി ഒന്ന് കാണിച്ചു. എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ വന്ന് ഇത്രയും കിടന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അത് കഴിഞ്ഞ് 4 മണി, വെളുപ്പിന് 4 മണിയായപ്പോ എനിക്കൊരു ഓർമ്മ പോലെ വന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോ എന്റെ ഇടത് സൈഡിൽ ഒരു കുഞ്ഞ് കിടന്ന്, 13 വയസ്സുണ്ട്. അതിന്റെ ഉമ്മായെ വിളിക്കുക. അപ്പൊ എനിക്ക് എഴുന്നേക്കണമെന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിൻ്റെ കൂട്ട് ഒരു കുഞ്ഞാണല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ഒന്നും പറ്റുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് യൂറിൻ പോകുന്നില്ല. അപ്പൊ ഞാൻ ഒരു വിധത്തിൽ വിളിക്കുന്നുണ്ട്, അവർക്ക് തിരിയുന്നില്ല. അപ്പൊ നേഴ്സ് പെട്ടെന്ന് വന്നേച്ച് എന്നോട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് യൂറിൻ പോണോന്ന്. അവര് നോക്കിയിട്ട് പറഞ്ഞു, ട്യൂബെല്ലാം ഇട്ടിട്ടുണ്ട് ജെസ്സി, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരിയാകുന്നില്ല. അവര് പെട്ടെന്ന് ഡോക്ടറെ എല്ലാം വിളിച്ചു. ഡോക്ടർമാരെല്ലാം കൂടെ വന്ന് നോക്കി കഴിഞ്ഞിട്ട് നേഴ്സിനോട് എന്തോ പറഞ്ഞു. അവര് പറഞ്ഞത് എന്തോന്ന് ചോദിച്ചാല്, ഏത് സമയം എന്ത് സംഭവിക്കാം, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞേക്കാനാ പറഞ്ഞത്. നിങ്ങളോട് പറയട്ടെ, ഇവര് ആ നേഴ്സുമാർ എന്റെ അടുത്തുനിന്ന് മാറുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എന്റെ യൂറിൻ തന്നെ ട്യൂബിൽ കൂടെ അല്ല, യൂറിനെല്ലാം അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കിടക്കാം, ഒരു ചെറിയൊരു മയക്കം പോലെ. അപ്പൊ എന്റെ പപ്പായെയും അമ്മയും എന്റെ അമ്മയുടെ ചേച്ചി, അച്ചാനെ, അങ്ങനെ കുറച്ച് പേരെ അത്യാവശ്യമുള്ളവരെ മാത്രം കയറ്റി കാണിച്ചു. അപ്പൊ ഇവരോട് പറഞ്ഞു, സീരിയസ് ആന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞു കാണും. അപ്പൊ എനിക്ക് രാത്രിയോ പകലോ ഒന്നും എനിക്കറിയത്തില്ല. കുറെ കഴിഞ്ഞപ്പോ ഉണ്ട്, ഞാൻ നോക്കിയപ്പോ ഒരു കൈ എന്റെ തലയിലോട്ട് കൊണ്ടുവച്ചു. ആരോ കൊണ്ടുവച്ചിട്ട് എന്റെ കൈ എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അങ്ങോട്ട് തലോടിയപ്പോ എന്റെ ശരീരത്തോട് ഇങ്ങനെ ചൂടിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റും. ശരിക്കും തിരിയാതല്ല, കറക്റ്റ് തിരിഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞ് വെച്ച് എനിക്ക് നല്ലൊരു ബെറ്ററായി. അവർ പെട്ടെന്ന് ഡോക്ടർമാരെ വിളിച്ചു. എന്നെ 8:30 ആയപ്പോ റൂമിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ ദൈവം ചെയ്ത വിടുതല. നിങ്ങളോട് പറഞ്ഞ എല്ലാരും കൂടെ പെട്ടെന്ന് പൊക്കിയെടുത്താണ് കട്ടിലെ കിടത്തുന്നത്. ബാക്കി 3 ഓപ്പറേഷനും അങ്ങനെ തന്നെയാണ്. ഈ 4ാമത്തെ ഓപ്പറേഷൻ ഞാൻ വയറിലോട്ട് അങ്ങോട്ട് മുറുക്കി പിടിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നിരങ്ങി കട്ടിലോട്ട് കടന്നു. അത് കഴിഞ്ഞ് വെച്ച് എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്നേരം എന്റെ അമ്മയുടെ ചേച്ചി എല്ലാം കൂടെ പിടിച്ചു പൊക്കുക. ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്ന് ചെറിയ ഹെൽപ്പ് ചെയ്താൽ മതി. ഞാൻ തന്നെ ബാത്റൂമിൽ പോയി. 4 ദിവസമായപ്പോ ഞാൻ വീട്ടിൽ പോയി. തിരിച്ച് 30ാം ദിവസം ഞാൻ തിരിച്ച് കായംകുളത്ത് ചെന്നു. അങ്ങനെ ചെന്ന് പിന്നെ കുറച്ച് വർഷങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെയും ചില വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വയറിന് ഓരോന്ന് മാറി ഓരോന്ന് വരിക, ഓപ്പറേഷൻ ചെയ്യുക, കുടലെല്ലാം കൂടെ ജാമായി, ശ്വാസകോശം ജാമായി, അങ്ങനെ എല്ലാം കൂടെ ഓരോന്ന് ഓപ്പറേഷന്. ലാസ്റ്റ് മൊത്തം 7 ഓപ്പറേഷൻ കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ ഇവിടെ
കരിമ്പ ചർച്ചിലെത്തി. പാലക്കാട് കരിമ്പ ചർച്ചിലെത്തി. അപ്പൊ അവിടെ എല്ലാം ക്ലീൻ ചെയ്തേച്ച് ഇങ്ങേ സൈഡിൽ കൂടെ എന്തോ ഒന്ന് കിടക്കുന്ന എടുത്ത് കളയാൻ വേണ്ടി ഞാൻ വരികയും ഒരു പട്ടിയ കഷ്ണത്തെ വലിയൊരു ആണി കണ്ടു. ഞാൻ കണ്ടില്ല, സന്ധ്യയായ സമയമായി. ഞാൻ അതേലോട്ട് കയറി ചവിട്ടി. പെട്ടെന്ന് എന്റെ കാലയിൽ ആണി കയറി. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് കാലനക്കാൻ വയ്യ. അവിടെ പോയി വൈകിട്ടായപ്പോഴത്തേന് തന്നെ തീറ്റി എടുത്തൊരിടത്ത് പോയി. പക്ഷെ തീറ്റി എന്റെ ശരീരത്തിൽ കയറിയില്ല. ചുരുക്കി പറയട്ടെ, 3 ദിവസം ആയപ്പോഴത്തേന് കാല് പഴുത്തു. ആ ചർച്ചിലെ ഒരു ആന്റി അച്ഛനും കൂടെ എന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ പഴുത്ത കാൽ അവരങ്ങ് കീറി തുരുമ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ശരിയായില്ല. 2-3-4 ദിവസം കൂടെ കഴിഞ്ഞ് എന്നെ തിരിച്ച് മൗലാനെ കൊണ്ടുചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്റെ മുട്ട് വരെ പഴുപ്പായി. അപ്പൊ എനിക്ക് ഷുഗറും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഈ കാല് മുറിച്ച് കളയണം, അല്ലെ ഇത് മേളിലോട്ട് കയറും തോറും ഇതിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുവാന്ന്. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം തീരുമാനിച്ചു. അന്ന് എന്റെ അനിയത്തി അപ്പൊ അവിടുത്തെ നേഴ്സാണ്. രാത്രി ഡോക്ടർ വന്ന് പറഞ്ഞു വെള്ളം എല്ലാം കുടിക്കണം, പിന്നെ 10 മണി കഴിഞ്ഞൊന്നും കൊടുക്കണ്ട, നാളെ ഓപ്പറേഷൻ എല്ലാം ഫിക്സ് ആക്കി. എല്ലാവരും ആശുപത്രിയിലായി. നിങ്ങളോട് പറഞ്ഞ രാത്രി എല്ലാവരും കിടക്കുന്നിടം വരെ ഞാൻ ആരുടെ മുമ്പിൽ കരയാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവമേ, നീ എന്റെ കാല് മുറിച്ച് കളഞ്ഞാലും ഞാൻ ഇങ്ങനെ പറയാ, എനിക്ക് തന്ന അത്ഭുതപ്പെടുത്തൽ ഞാൻ ഇനി ആരോടും പറയത്തില്ല. ഞാൻ കാലില്ലാത്തവളായിട്ട് എങ്ങനെ നടക്കും, നിന്റെ വേല എങ്ങനെ ചെയ്യും, ഇതെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. വെളുപ്പിന് 3:30 സമയമായപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, മണല് കൊണ്ട് കടലിന് അതിരിട്ട ദൈവം ഞാനാണെന്ന്. അപ്പൊ ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, മണല് കൊണ്ട് കടലിന് അതിരിട്ട ദൈവം നീ ആണെങ്കിൽ എന്റെ കാലുമായിട്ട് എന്താണ് അതിനൊരു ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു. രാവിലെ ഡോക്ടർ വന്നു നോക്കി കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന്. അപ്പൊ തലേ ദിവസത്തെ എക്സ്റേ സ്കാൻ എല്ലാം എടുത്ത് കാണിച്ചേച്ച് എന്താ ഇതെന്ന്. അപ്പൊ എന്റെ അനിയത്തി, അവിടുത്തെ നേഴ്സാ, അനിയത്തി പറഞ്ഞു, ഡോക്ടറെ അവള് പറഞ്ഞ അതെന്തായാലും ചെയ്തേക്കാം. അപ്പൊ പറഞ്ഞു, ഇന്നലെ ചെയ്തതല്ലേ ഈ റിപ്പോർട്ട്, ഇനി എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാല് പിന്നെ എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. ഓപ്പറേഷന്റെ സമയത്താണ് എന്നെ സ്കാനിന് കൊണ്ടുപോകുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് നോക്കിയപ്പോൾ എന്റെ മുട്ട് വരെ പഴുപ്പ് ആയെങ്കിലും എന്റെ ഈ അസ്ഥിയെ തൊട്ടിട്ടില്ല. അന്നേരം അവര് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട, കാലിന്റെ അടി എന്തോ പൊട്ടിച്ച് അവരെ പഴുപ്പെല്ലാം വലിച്ചെടുത്ത് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ എന്റെ കാല് മുറിച്ചില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മണല് കൊണ്ട് കടലിന് അതിരിട്ട ദൈവം ഞാനാണെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, എന്റെ ആ പഴുപ്പ് അസ്ഥിക്ക് തൊടാതെ വണ്ണം ദൈവം അത് കരുതിയെങ്കില്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ കഷ്ടതയുടെ മധ്യത്തിലും ദൈവം നമ്മളോട് ഇടപെടുകയാണെങ്കിൽ ദൈവം നമ്മളെ വിടിവിക്കാൻ ശക്തിയുള്ള ഒരു ദൈവമാണ്. നിങ്ങളോട് പറഞ്ഞ അതെല്ലാം കഴിഞ്ഞു. എന്നെ ചെറിയ ഓപ്പറേഷൻ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. കാലെല്ലാം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് വയറിന് 7 ഓപ്പറേഷൻ, പിന്നെ കാലിന് 1 ഓപ്പറേഷൻ, 8 എണ്ണം. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് സ്കൂളിൽ പോയ ഇളയ മോന് 5-ലും മൂത്ത മോന് +1-ഉം. ഇളയ മോനോട് കരഞ്ഞോണ്ട് സ്കൂളിൽ നിന്ന് വയറുവേദനയാന്നെല്ലാം പറഞ്ഞോണ്ട് വന്നു. അന്ന് കൊണ്ടുപോയി നോക്കി, അപ്പൻഡിക്സ് ആയിരുന്നു, അതെടുത്ത് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ ദേഹം, അപ്പൊ അവനന്ന് തീരെ സ്കെൽറ്റ് ആയിട്ടിരിക്കുക. വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ വയറെല്ലാം വീർത്ത് എന്താന്ന് അറിയത്തില്ല. 2 സാറുമാര് വീട്ടിൽ കൊണ്ടാക്കി. അപ്പൊ അച്ഛനാണെങ്കിൽ അന്ന് ഖത്തറിലെന്തോ പോയ സമയം. അപ്പൊ ഞാനും പിള്ളേരേ ഉള്ളൂ ഹോളില്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ വണ്ടി വിളിച്ച് ഒരു ആശുപത്രി കൊണ്ടുപോയി, അടുത്തൊരു ആശുപത്രി. അവര് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നാളെ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാനും മൂത്തവനും ഇളയവനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ ആരാ വന്നേ, കയറി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഉള്ളൂ, ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ മൂത്തവനെ കണ്ണ് കാണിച്ചു, മോനെ അങ്ങോട്ട് വെളിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്കിങ്ങനെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒത്തിരി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദൈവം എന്നെ വിടുവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, എന്ത് പറഞ്ഞാലും എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിന് കിഡ്നിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു, കിഡ്നിക്ക് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല, നിങ്ങൾ പിന്നെ കോയമ്പത്തൂർ ഒരു ആശുപത്രിയിലോട്ട് ഞാൻ കത്ത് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോയമ്പത്തൂരിൽ നിന്ന് കേട്ടുകഴിയുകയല്ലാതെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, പെരിന്തൽമണ്ണ മൗലാനെ അറിയോ? ഞാൻ പറഞ്ഞു, അതറിയാന്ന് പറഞ്ഞു. അവിടോട്ട് കത്ത് തന്നു. വൈകിട്ട് ഞാനും ഈ കൊച്ചുങ്ങൾ രണ്ടുമായിട്ട് അവിടെ എത്തി. എന്റെ അനിയത്തിയും ആങ്ങളെ അവരവിടെ, എല്ലാവരും അവിടെ എത്തി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞു ഡോക്ടർ എല്ലാം നോക്കിയിട്ട് രാത്രിയിൽ അന്നേരം എന്നോട് ഇവർ കിഡ്നിക്ക് പറഞ്ഞില്ല, കൊച്ചിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വന്ന വഴി ഇവൻ എന്നോട് പറയുന്നുണ്ട്, അമ്മേ, കുറച്ച് ദിവസം മുമ്പ് ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, നിന്റെ ഭവനത്തിലെ ഒരു കൊമ്പിനെ ഞാൻ മുറിച്ചു കളയാൻ, ഒരു കൊമ്പിനെ ശത്രു മുറിച്ചു കളയുന്നുണ്ട്, നീ നിലവിളിക്കാൻ പറഞ്ഞു. അപ്പൊ തിരിച്ചു വന്ന വഴി
എന്നോട് ചോദിച്ചു എനിക്ക് എന്താ വന്നു. ഞാൻ പറഞ്ഞു മോനെ മഞ്ഞപ്പിത്തമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവൻ എന്നോടൊരു മുട്ട കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അതും കൊടുത്തില്ല. മഞ്ഞപ്പിത്തമാണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർമാരെല്ലാം നോക്കി സ്കാൻ ചെയ്തു എല്ലാം കഴിഞ്ഞേച്ച് എന്നെ വിളിച്ച് ചോദിച്ചു, ഈ ഒരു മോനെ ഉള്ളു? ഞാൻ പറഞ്ഞ അല്ല, ഒരാളും കൂടെ ഉണ്ട്, +1 പറഞ്ഞു. അപ്പോഴൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത് കഴിച്ച് പിന്നെ മെയിൻ ഡോക്ടർ വന്നേച്ച് പറഞ്ഞു ഒരു കിഡ്നി ഫുള്ളും പോയി, മറ്റേ കിഡ്നി ചെറിയൊരു ഇതേ ഉള്ളൂ, ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ദൈവമേ, എനിക്ക് ഈ കുഞ്ഞിന്റെ മുമ്പിൽ കരയാൻ പറ്റും? ഞാൻ എന്തോ ചെയ്യും? എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എന്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഇവനെ 11 മണിയായപ്പോ ഇവൻ ഉറങ്ങി. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ റൂമിന്റെ ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പ് ഓൺ ചെയ്തു. പൈപ്പ് ഓൺ ചെയ്തിട്ട് ഞാൻ വലിയ കരഞ്ഞു ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് തന്ന തലമുറയാണ്. അവന്റെ 26 ദിവസമായപ്പോ ദേവദാസന്മാര് ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചാല് ഇത് എന്റെ പിതാവിന്റെ പിതാവ് ചെയ്തതിൽ അധികമായി ഇപ്പൊ കർത്താവിന്റെ വേല ചെയ്യുമെന്നു. ഞാനപ്പോ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. എന്റെ കുഞ്ഞ് കർത്താവിന്റെ വേലയ്ക്കാണെങ്കിൽ നീ അവനെ വെടിവെച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കും, എന്റെ കുഞ്ഞുങ്ങളെ നീ വിളിക്കരുത്. നിങ്ങളോട് പറഞ്ഞു, ഞാൻ അന്ന് വെളുക്കോളം ഞാൻ കുളിമുറി കഴിച്ചു കൂട്ടി. അപ്പൊ എന്റെ അനിയത്തി, എന്റെ ആങ്ങളെയുണ്ട്, അവരെന്റെ ഇളയത്തുങ്ങളാ. അവര് വന്നിട്ട് പറഞ്ഞു, എടി നീ കരണ്ട്. ഞാൻ പറഞ്ഞു, എന്തോ ചെയ്യുന്നു? ഞങ്ങള് അങ്ങനെ പ്രാർത്ഥിച്ചു. 10 ദിവസം അവിടെ കിടന്നു. അനേക ദൈവമക്കളും ദേവദാസന്മാരും വന്ന് പ്രാർത്ഥിച്ചു. ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, വലിയൊരു കുളം, അതിന്റെ ചുവട്ടിൽ ഒരു വലിയ വൃക്ഷം, അതിൽ നിന്ന് ആ കുളത്തിലും അനേകർ അഭയം പ്രാപിക്കുന്നു. ഈ വൃക്ഷത്തിന്റെ തണലിലും അനേകരെ അഭയം പ്രാപിക്കുന്നു. എന്നാലേ ശത്രു അതിന്റെ നാമ്പിനെ ഞുള്ളി അതിനെ കെടുത്തി കളയാൻ നോക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പൊ ശനിയാഴ്ച ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, ഇനിയിപ്പൊ തിങ്കളാഴ്ചയേ ഉള്ളു ടെസ്റ്റ് അല്ല, അതുകൊണ്ട് ഇനിയിപ്പോ മരുന്ന് ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, പിന്നെ സാമുവേൽ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു കാര്യം ചെയ്യാൻ, എന്നെ ഒന്ന് വീട്ടിൽ വിട, ഇതേപോലെ ഞങ്ങൾ ചർച്ചിലാണ് താമസിക്കുന്നത്. അപ്പൊ വേറൊരു ദേവദാസനും കുടുംബമാ വന്ന് യോഗം നടത്തുന്നത്. അപ്പൊ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഞങ്ങൾ സന്ധ്യ ആയപ്പോ എന്റെ അനിയത്തി എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം ആരാധനയാണ്. അപ്പൊ വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് ഫുഡെല്ലാം നോക്കുമ്പോ എന്റെ മൂത്ത മോനും കൂടെ എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കയറും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, 3 പടക് മുങ്ങുമാറായിരുന്ന പടകിന്റെ മധ്യത്തിൽ 4 യാമത്തില് 3 യാമം കഴിഞ്ഞ് 4 യാമത്തിൽ കർത്താവ് വരുന്നതായിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കാൻ ഇടയായിത്തീർന്നു. അപ്പൊ ഇവനും എന്റെ കൂടെ ഉപവസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ വിടുവിക്കും മോനെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാന് പാഴ്സനേജ് വേറെ ഹോള് വേറെയുമായിട്ട് അന്നത്തെ കരിമ്പ ചർച്ച. അപ്പൊ ഞാൻ ഹോളില് സാക്ഷിക്ക് എണ്ണി ചെയ്യുന്നപ്പോ ഞാൻ പറയാനൊന്നും എണ്ണി ചെയ്യുന്നതല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നാളെ ഞാൻ എന്റെ പൈതലുമായി കടന്നു പോയിട്ട് നാളെ തന്നെ ഞാൻ തിരികെ വരും. എന്റെ ദൈവം എന്റെ പൈതലിനെ വിടുവിക്കാൻ ശക്തരാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോ അവിടെ നിറയെ ആളുള്ള ഒരു ചർച്ച. ഞാൻ ചിന്തിച്ചു, ദൈവമേ, കർത്താവേ, നീ എന്നെ കൈവിടരുതേ, ഞാൻ ഇവരുടെ മുമ്പിൽ എന്തോ ആയിത്തീരും. ഇതൊക്കെ ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ആ ചർച്ചയിൽ കൂടുന്ന 2 കുടുംബങ്ങൾ, ഒരു പാസ്റ്ററും കുടുംബവും അവരുടെ ഒരു ബ്രദറും കുടുംബം, 2 കുടുംബങ്ങൾ എൻ്റെ കൂടെ അവിടെ വന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ 5-6 പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ വലിയൊരു തീ ഇങ്ങോട്ട് ആ മുറിയിലോട്ട് കണ്ടു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുക. അന്നേരം വലിയൊരു തീ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കൊച്ചിന് വിടുതലാന്ന്. ആ ചർച്ചിലെ ഒരു അമ്മച്ചി അപ്പച്ചൻ, ആ അമ്മച്ചി നിത്യത വിശ്രമിക്കുന്ന ആ അമ്മച്ചിയും അതിന്റെ മോനുമാണ് പിന്നെ ഞങ്ങളെ മാവുലാനെ കൊണ്ടുപോകുന്നത് കാറയില്. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞു, ജെസ്സി, ഒരു ജോഡി ഡ്രസ്സ് കൂടെ എടുക്കാൻ പറഞ്ഞു കൊച്ചിന്റെ. ഞാൻ ഒന്നും എടുത്തില്ല, തണുപ്പായോണ്ട് ഒരു ടർക്കി അവനെ പുതപ്പിച്ചു, ഒന്നും എടുത്തില്ല. ഹാൻഡ് ബാഗിന്റെ അകത്ത് പിന്നെ ഇവന്റെ റിപ്പോർട്ടും. അങ്ങനെ ചെന്ന് ഇവന്റെ സ്കാൻ ചെയ്തു, ബ്ലഡ് കൊടുത്തു, എല്ലാം ചെയ്തു. റിപ്പോർട്ട് എല്ലാം കൂടെ വന്നിട്ട് ഒരു 10-12 ഡോക്ടർമാരിയ്ക്കുന്ന ഒരു ഇതാണ്. അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു, ഞാൻ കയറാന്നു. അപ്പൊ അമ്മയുടെ ചേച്ചിമാരും വന്നവിടെ. അവര് പറഞ്ഞു അവര് കയറാന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആര് കയറിയാലും ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ കയറുകയെന്ന് പറഞ്ഞു. അപ്പൊ കയറി കഴിഞ്ഞപ്പോ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ശമൽ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ വന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം അവനെ വിടുവിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അനേക ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻ 3 തരത്തിലുള്ള ഡോക്ടർമാരും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഒരു അസുഖം വന്നതായിട്ട് പോലും ഇത് കാണിക്കുന്നില്ല. പിന്നെ ഇവര് പഴയ റിപ്പോർട്ട് എടുത്ത് നോക്കുക, പുതിയ റിപ്പോർട്ട് എടുത്ത് നോക്കുക, ഒരു അസുഖം വന്നതായിട്ട് പോലും അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ അതിന്റെ ഇടയിലെല്ലാം കഷ്ടതയുണ്ട്, ഭാരമുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എല്ലാം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞിട്ട് മൂത്ത മോന് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അവന് തൃശ്ശൂർ ഒരു 1.25 വർഷം ജോലി ചെയ്തു. അപ്പൊ അവന് MBA പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു. എന്നാല് ഒരു പ്രാവശ്യം കുറച്ച് പൈസ കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ വാടക കെട്ടിടത്തിൽ നിന്നൊന്ന് മാറി ഒരു ചെറിയ ഷെഡ് പോലെ പണിയാണ്. അപ്പൊ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഷെഡ് പണിതാലും നിങ്ങൾക്ക് താമസിക്കാനാകത്തില്ല, നിങ്ങൾ അവനെ വിടാൻ പറഞ്ഞു. അങ്ങനെ ആ പൈസ കൊണ്ട് കുറച്ച് ലോണൊക്കെ എടുത്ത് ഞങ്ങൾ അവനെ വിട്ടു. അവൻ നല്ലപോലെ പഠിച്ചു നല്ലപോലെ കഷ്ടപ്പെട്ടു തന്നെ പൈതൽ പഠിച്ചു. പഠിത്തം കഴിഞ്ഞു. ഇവന് ഇവിടെ തോളിന് വേദന, അനങ്ങാൻ വയ്യ, തിരിയാൻ വയ്യ, കൈപൊക്കാൻ വയ്യ. ഇവിടങ്ങളിൽ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. എറണാകുളം മാതാ അമൃതാനന്ദ മതിയുടെ അവിടെ കൊണ്ടുപോയി. അവിടെ എല്ലാം ചെന്നപ്പോ സ്പൈനലിന്റെ കേടാണ്. അവന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവനിങ്ങനെ ജീവനുള്ള ഒരാളായിട്ടിരിക്കും. വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. എല്ലായിടത്തും ഒന്നും മടക്കി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ വീട്ടിൽ കിടന്നപ്പോ പെട്ടെന്ന് ഇവനെ പനിച്ച്, ഇവന് തീരെ വയ്യ. അങ്ങനെ ഇവനെ പിന്നെ മൗലാനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ 5-8 ദിവസം കിടന്നു. ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞു, ഇവനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തോ പറയുന്നത്, നമ്മളോട് അങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? ഇവന്റെ മുമ്പിൽ കരയാൻ പറ്റുമോ? അപ്പോഴത്തേന് ഇവന് സീരിയസ് ആയി, ഇവന് തീരെ അനങ്ങാനൊന്നും വയ്യ. അങ്ങനെ അവിടുന്ന് മരുന്നെല്ലാം ചെയ്ത് ഇവിടെ വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വെള്ളമൊക്കെ കോരിക്കൊണ്ട് പോകണം ബാത്റൂമിലോട്ട്. എനിക്കപ്പൊ എടുത്തോണ്ട് ഒത്തിരി വെള്ളം ഏറ്റിക്കൊണ്ട് നടക്കാൻ വയ്യ. അപ്പൊ ഞാന് പെരയുടെ പുറകില് കൊണ്ടുപോയി ഒരു പാത്രത്തില് വെള്ളം നിറച്ച് ഇവന് കൊടുക്കും കുളിക്കാന്. സന്ധ്യ ആകുമ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞേച്ച് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത്രയും വളർത്തി വലുതാക്കി ഞങ്ങൾ നിന്റെ വേലയ്ക്ക് ഇറങ്ങി ഒരുപാട് ദുരിതം എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു. അപ്പൊ അച്ഛനാണ് പറയുന്നത്, ഇങ്ങനെ പുതിയ പ്രവർത്തനമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പാട്ടും പ്രാർത്ഥനയെല്ലാം വരുമ്പോൾ 1 വർഷം തന്നെ 4 സ്കൂൾ എന്റെ മൂത്തമ്മ പഠിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ വീട് മാറുമ്പോ അതിന്റെ അടുത്ത് കിട്ടുന്ന സ്കൂളിലാണ് ചേർക്കുന്നത്. അപ്പൊ ഈ അച്ഛൻ പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ സാധനം എല്ലാം ഏറ്റി, ഈ ലോറിയിലെല്ലാം കയറ്റി നമ്മളിങ്ങനെ മാറുകയല്ലേ, അങ്ങനെയല്ലേ ഏറ്റി ആയിരിക്കും ഇവന് വയ്യാതാകുന്നത്. അതപ്പൊ ഞങ്ങൾക്ക് അതിലേറെ വേദന. ഞാൻ നിങ്ങളോട് ചുരുക്കി പറയട്ടെ, ദൈവം അത്ഭുതകരമായി അവനെ വിടുവിച്ചു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവന്റെ മേൽ നീട്ടി. അത് കഴിഞ്ഞേച്ച് അവന് ഇപ്പൊ വിവാഹിതനാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവനൊരു ഭവനം പണിത്, അവന് സൗദിയിലായിരുന്നു, ഇപ്പൊ വീട്ടിലുണ്ട്. എന്നാൽ എന്റെ ഇളയ മോനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ബൈബിൾ കോളേജിൽ പഠിച്ചു, ഡെറാഡൂണില് പഠിച്ചു. കർത്താവ് ഋഷികേശി എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം കർത്താവിന്റെ വേല ചെയ്ത് ഇപ്പം ഡെറാഡൂണ്, ഋഷികേശി ആ സ്ഥലത്തെല്ലാം കുറച്ച് വർക്കുകളുണ്ട്. ഇപ്പൊ കർത്താവിന്റെ വചനം പഠിക്കാന് അവന് അമേരിക്കയിലായിരിക്കുന്നു. അവനൊരു വിവാഹം കഴിഞ്ഞു, അവനും ഒരു മോളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല്, ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ കേൾക്കുന്ന ആരായിക്കൊള്ളട്ടെ, ഒരു പെന്തക്കോസ്തിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ടോ നമ്മളെ യഥാർത്ഥമായിട്ട് അതിന്റെ അനുഭവം ഉള്ളിൽ വരണമെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. അതിന്റെ ഇടയില് എൻ്റെ മൂത്ത മകന്റെ വിവാഹത്തിന് മുൻപ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ട് വശം റോഡ് കഴിഞ്ഞ് വലിയൊരു കനാലാണ്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് പോയി നിന്നപ്പോ ഒരാട് തട്ടി ഞാൻ കനാലിൽ വീണു. ഒരു 10-40 അടി അല്ലെന്ന് തോന്നുന്നു. ഞാൻ ഉരുണ്ട് പോവാ. പിടിക്കുന്ന ചപ്പും ഇതെല്ലാം എന്റെ കൂടെ പറഞ്ഞ് താഴോട്ട് വന്നു. ലാസ്റ്റ് ആ കനാലിന്റെ കെട്ടേ പോയിട്ട് എന്റെ നെഞ്ചിടിച്ചു. അപ്പൊ ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയും ഞങ്ങളുടെ അയൽവാസി ഒരാളും കൂടെ ആ കനാലിൽ ഞങ്ങൾ 3 കൂടെ നിൽക്കുമായിരുന്നു. അപ്പൊ അവർക്കും ഓടി ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ കുത്തനെ കിടക്കുക. ഇവരൊരു വിധത്തിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുക, എനിക്ക് ശ്വാസം എടുക്കാനും വയ്യ. ഇവര് പുറമെല്ലാം തട്ടി, ചുരുക്കി പറയട്ടെ, ഞാൻ തന്നെ വലിഞ്ഞ് മോളിൽ കയറി ഞാൻ ആ റോഡിൽ കിടന്നപ്പോഴത്തേനും എന്റെ ഡ്രസ്സെല്ലാം അങ്ങ് കീറി. പിന്നെ വന്ന് തലയിൽ കൂടെ വെള്ളമെല്ലാം ഒഴിച്ച് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞു. ഇവരെന്തോ ഗുളിയൊക്കെ തന്ന് എന്നെ ഇങ്ങ് വിട്ടു. രാത്രിയില് ഞാനും അച്ഛനേ ഉള്ളൂ. മൂത്ത മോൻ സൗദി പോയി, ഇളയ മോൻ ഡെറാഡൂണി ബൈബിൾ കോളേജിൽ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ.
അന്നേരം രാത്രി ആയപ്പോ എന്റെ ചെവിയിൽ എന്തോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ തൊട്ട് നോക്കിയപ്പം വെള്ളം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കനാലിലെ വെള്ളമായിരിക്കും. കുറെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ വരുന്ന കണ്ടപ്പോ ഇത് ഒട്ടുന്നു. നോക്കിയപ്പോൾ ബ്ലഡ് ആണ് എന്റെ ചെവി കൂടെ വരുന്നത്. ഞാൻ അച്ഛനോട് മിണ്ടിയില്ല. പിറ്റേ ദിവസം ആയപ്പത്തിന് എന്നെ അങ്ങോട്ട് വീർത്ത്, തലയെല്ലാം വീർത്ത്, മുഖമെല്ലാം വീർത്തു ഇവിടെ. അപ്പൊ അച്ഛനും ഈ തൊട്ടടുത്ത എന്റെ ഒരു സ്നേഹിതയും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ആലത്തൂർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. അവര് ചെന്നതേ പറഞ്ഞു എളുപ്പം തൃശ്ശൂർ മിഷനിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. തൃശ്ശൂർ മിഷനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്റെ തലച്ചോറ് കിടന്ന ഫ്ലൂയിഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അവർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഇത് ഇളക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യണം. അതായത് അപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു ഇവളെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അത് അത്ര കാര്യമാക്കുന്നില്ല. അവർ പറഞ്ഞു വേറൊരു സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു ഇവരെ 16 മണിക്കൂർ മയക്കി ഓപ്പറേഷൻ ചെയ്താണ്, അവരുടെ മുടിയൊക്കെ വടിച്ചിങ്ങനെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം. അപ്പൊ ഞാനും പറഞ്ഞു ഡോക്ടറെ എന്നെ ഇങ്ങനെ എത്ര മണിക്കൂർ മയക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ എന്നെ മൗലാനയിൽ എത്തിച്ചു. മൗലാനയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ പേര് ഞാൻ മറന്നുപോയി, ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ കാര്യമെല്ലാം മിറക്കളാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നെ ഐസിയുലാക്കിയിട്ട് ഡോക്ടർമാർ വന്നിട്ട് നേഴ്സുമാർ വന്നിട്ട് ഇങ്ങനെ വിരല് കാണിക്കും, ഇതെത്രയാ, പേന കാണിക്കും, ഇതെത്രയാ. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്റെ കണ്ണിനോ അല്ലെ സിസ്റ്ററെ എന്റെ കണ്ണിന് കുഴപ്പമില്ല, നിങ്ങൾ എന്തുവാ, ഞാനിങ്ങനെ കനാലിൽ വീണേ. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ തലച്ചോറിന്റെ ഫ്ലൂയിഡ് പോയതാണ്, നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടും, നിങ്ങൾ തളർന്നു പോകും, പിന്നെ നിങ്ങൾ ജീവനും മരണത്തിനും ഇടയിൽ കിടക്കും, ചിലർ മരിച്ചും പോയി. ഇങ്ങനെയാന്ന് പറഞ്ഞു. അവർക്കറിയാം എനിക്ക് നല്ല ധൈര്യം, എന്റെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്കൊരു വശം തളർന്നോ, എന്റെ കണ്ണിന് കാഴ്ച പോയോ, ഒന്നും എന്നെ കിടത്തല്ലേ, എനിക്ക് ദീപം തരികയാണ്, അല്ലെ കർത്താവെ നീ എന്നെ വിളിച്ചോണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ കർത്താവിന്റെ അടുത്ത് പോകുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ജീവിതം അന്നിങ്ങനെ പറഞ്ഞു. നിങ്ങളോട് പറയട്ടെ, കുറച്ച് മാസങ്ങൾ ഇങ്ങനെ അവിടെ ആശുപത്രി ഹോസ്പിറ്റലായിട്ട് കടന്നു. എന്നാൽ ഒരു ഓപ്പറേഷനും ചെയ്യാതെ ആ തലച്ചോറിന്റെ ഫ്ലൂയിഡ് മുക്കാലും പോയിട്ട് കുറെ പേര് തളർന്നു പോയി. ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരു പെണ്ണ് അവരെ കല്യാണം കഴിഞ്ഞതേ ഉള്ളായിരുന്നു, ആ കൊച്ചു മരിച്ചുപോയി, അതെല്ലാം പോയി. എന്റേത് അവരെ കൂടുതലെല്ലാം ഫ്ലൂയിഡും പോയി. ഇന്നും ജീവനോടെ വേറെ ഒന്നും ചെയ്തില്ല, വേദനയ്ക്കുള്ള മരുന്നുകളും അങ്ങനെയൊക്കെ തരുന്നത്. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ആ ഫ്ലൂയിഡ് പോയതല്ലേ എന്റെ കർത്താവ് അതിൽ നിറച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തില് നമ്മള് മാനുഷികമായ കരങ്ങളെല്ലാം താണു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ. ഞാൻ പാരമ്പര്യ പെന്തക്കോസ്തി ജനിച്ചതാ, വളർന്നതാ, എല്ലാമാണ്. പക്ഷെങ്കില് നമ്മളെ പാരമ്പര്യ പെന്തക്കോസ്തോ ഒന്നും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. അമ്മ പെന്തക്കോസ്ത് ആയതുകൊണ്ടോ, അപ്പം പെന്തക്കോസ്ത് ആയതുകൊണ്ടോ, വല്യപ്പൻ പെന്തക്കോസ്ത് ആയതുകൊണ്ടോ ഒന്നും പോകത്തില്ല. അവനവൻ ജീവിച്ചാൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തിൽ എത്തുകയുള്ളൂ. പ്രിയമുള്ള എന്നെ കേൾക്കുന്നവരെ, ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ജീവിതം അതിന് ഒരുങ്ങാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, അവനെ രക്ഷിക്കപ്പെടണം, അവനെ സ്വന്തം കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കണം, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കണം, കർത്താവിന്റെ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരെ ചേർക്കാനാണ് എന്റെ കർത്താവ് വരുന്നത്. ഈ നാളുകളിൽ ഹല്ലേലൂയ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഈ നാൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളും ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെല്ലാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ കുറച്ച് വർഷങ്ങളായി പെട്ടെന്ന് എന്റെ കാലുകൾക്ക് ഒരു വല്ലാത്തൊരു ഇതായിട്ട്, ചുരുക്കി പറയട്ടെ, കാലിൽ ചെന്ന് പല ആശുപത്രിയിൽ നോക്കി, ഒടുക്കം ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങള് മുണ്ടൂർ ഒരു ചർച്ചിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കാല് വളഞ്ഞു, കാല് ചെറുതായി പത്തി ചെറുതായി. പലയിടത്തും കൊണ്ടുപോയി പലരതാ ഇതാന്നെല്ലാം പറഞ്ഞ് പല മരുന്നുകളും തന്നു. ഒടുവിലെ തൃശ്ശൂർ ഒരിടത്ത് ചെന്ന് MRI ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സെല്ലുലൈറ്റീസ് വന്നിട്ട് കാല് ഒരു മുട്ടിന് മേളിൽ ഒരു വലിയ വ്രണം പോലെ വന്നു. അപ്പോൾ ഇങ്ങനെ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു കൈരളി TV ഒരു പെങ്കൊച്ചിന്റെ കണ്ടു, അതിന്റെ കാല് മുറിഞ്ഞുപോയി, കൈ ഇങ്ങനെ മുറിഞ്ഞുപോയി, അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞു പോകും. അതിനെല്ലാം
ഒടുവിൽ എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് അതിവേദന, കാലുകൾക്ക് നിലത്ത് കുത്താൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ. ഒടുവിൽ എനിക്കൊരു ഷൂ, മുറിവുണങ്ങി, ഒടുക്കം നടക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഷൂ എഴുതി. അവിടെ വന്ന് തൃശ്ശൂർ ഒരു ഷൂ കിട്ടുന്ന സ്ഥലത്ത് വന്ന് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കുഷ്ഠരോഗികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടുത്തെ 2 അപ്പച്ചന്മാർ എന്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാ, ഈ മുട്ടിന് മേളിലോട്ട് കമ്പിയൊക്കെ വെച്ച ഒരു ഷൂ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ദൈവമേ, ഇത് ഇട്ടുകൊണ്ട് വേണമല്ലോ ഞാൻ പോകാൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, 3 മാസം ഇട്ട് നോക്ക്, ഇവളുടെ തൊലിക്ക് തീരെ കട്ടിയില്ല, പൊട്ട് കാണും, ഷുഗറും ഉണ്ട്. അപ്പൊ പൊട്ട് കാണെങ്കിൽ ഷൂ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാന് ഷൂവിന്റെ അവിടത്തൊക്കെ പോയി കുറെ കരഞ്ഞു. ഷൂവിന് അളവെല്ലാം കൊടുത്തിട്ട് ആ പാഴ്സനേജിൽ പോയി കിടന്ന് കരഞ്ഞു. ഇതിട്ടോണ്ട് എങ്ങനെ നടക്കുന്നത്? അങ്ങനെ ബാത്റൂമിൽ പോകാൻ ഒന്നും വയ്യ. ചുരുക്കി പറഞ്ഞു, ഞാൻ അപ്പം മോന് പെട്ടെന്ന്, എന്റെ കൂടെ കുറച്ചു പേരുണ്ടായിരുന്നു, വണ്ടി നിർത്തി എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ എനിക്കപ്പം നടക്കത്തൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് മൂത്ത മോന് പെട്ടെന്ന് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു, മോനെ പെട്ടെന്ന് വിസ എടുത്തു, അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. എനിക്ക് എന്താന്ന് വെച്ചാൽ എല്ലാവരും വന്ന് എന്നെ കാണാൻ വരുമ്പോഴേ എനിക്ക് എല്ലാവരും സഹതാപത്തോടുള്ള ആ നോട്ടമൊക്കെ കാണാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരാന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ, അപ്പൊ അവന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉണ്ട്, ഞങ്ങള് പോയി. അവിടെ ചെന്നിട്ട് ഈ ഷൂ ഇട്ട് ഞാൻ പലയിടത്ത് കർത്താവിന്റെ വചനമായിട്ട്, ദൈവം തന്ന സാക്ഷ്യമായിട്ട് പലയിടത്ത് പോകുവാൻ ദൈവം ഇടയാക്കി. നിങ്ങളോട് പറയട്ടെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ കാല് പൊട്ടി കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞു ഇത് മുറിച്ച് കളയണമെന്ന്. ഞാനപ്പോ ഓർത്തെ, ഇതിലപ്പുറം പഴുത്തിട്ട് എന്റെ കാല് മുറിച്ച് കളഞ്ഞിട്ടില്ല, ഇതുവരെയും കാല് മുറിച്ചില്ല. അപ്പൊ ദൈവത്തിന്റെ ആലോചന എന്നോട് പറഞ്ഞു, നീ നോർമൽ ചെരുപ്പ് ഇട്ട് അനേക ഇടങ്ങളിൽ എന്റെ സാക്ഷിയായിട്ട് നിൽക്കുമെന്ന്. ഞാനിപ്പോ നോർമൽ ചെരുപ്പ് ഇട്ടിട്ടാണ് അനേക ഇടങ്ങളിൽ പോകുന്നത്. പക്ഷെ കുന്നും മലയൊന്നും കയറാൻ ഇപ്പൊ പറ്റുന്നില്ല. എന്നാലും കർത്താവ് എന്നെ 5-6 വർഷം കൊണ്ട് മുറിച്ച് കളയണമെന്ന് പിന്നെയും പറയുമ്പോ എന്റെ കാലിനോട് എന്തോ ശത്രുവിന് എന്തോ പോരാട്ടം വന്നു തോന്നുന്നു. എന്നാൽ ദൈവം അതിന്റെ മധ്യത്തിൽ എന്നെ വിടുവിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുവാനും ദൈവം ഇത്രത്തോളം എന്നെ നടത്തി. പ്രിയമുള്ളവർ, എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ പ്രഭാതം കാണുമോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവദാസന് വെളിപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവിന്റെ സന്നിധി ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുള്ളിക്കാരത്തി. അപ്പൊ എന്റെ സഹോദരിയൊക്കെ ചോദിച്ചു, നീ എന്തിനാടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതിനിടെ ഞാൻ പറയട്ടെ, എന്റെ മാതാവും പിതാവും 5-6 മാസത്തിന് മുമ്പ് 40 ദിവസത്തെ ഇടവേളയിൽ അവർ രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. ഞാന് ഏറ്റവും കൂടുതൽ എനിക്കൊരു ആശ്രയവും, ഞാൻ എന്തെങ്കിലും സങ്കടം വരികയാണേലും പറയുന്നത് അവരോടായിരുന്നു. പക്ഷെ അവര് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഈ ലോകത്തിലെ ആശ്രയമോ ഈ ലോകത്തിലെ ഒന്നും ശാശ്വതമല്ല. ആ നിത്യരാജ്യത്തിന് വേണ്ടി നാം ഓടുകയും ആ നിത്യരാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. അപ്പൊ പെട്ടെന്ന് എന്റെ സഹോദരി എന്നോട് പറഞ്ഞു, ജസ്മാമേ, പപ്പായും മമ്മിയും മരിച്ചുപോയി, ജസ്മാമി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടവി നിൽക്കാനും ജസ്മാമ മാത്രമേ ഞാൻ കൊള്ളൂ എന്ന് പറഞ്ഞു. നീ എന്താടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, ഈ ലോകത്തിലെ ഒന്നിലേക്കാൾ വലുത് നമ്മുടെ നിത്യതയാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിമാരെന്നോട് പറയും, മോളെ, നീ ഒരുപാട് കഷ്ടത അനുഭവിച്ചതാണ്, നീ ഇനി ഒരു നന്മയും ഒരു സുഖവും ഒക്കെ അനുഭവിക്കണം. അപ്പൊ ഞാൻ എന്നാളെ വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു, അമ്മാമേ, ഞാൻ എന്ത് സുഖമാണ് അനുഭവിക്കേണ്ടത്? ഇപ്പൊ മോൻ ഒരു വീട് പണിതു, ഞാൻ ഒത്തിരി വാടക വീടുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാണോ സുഖം? അതോ ഇനി എന്റെ ചെറിയ മോനെ എന്തെങ്കിലും എന്നെ അവിടെ കൊണ്ടുപോകാൻ, അതാണോ സുഖം? ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചയും ദർശനവും കാണുന്ന ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിലേതൊന്നും ഒരു സുഖമല്ല, ഈ ലോകത്തിലെ നന്മയൊന്നും അല്ല. നമ്മുടെ നിത്യമായ നാടിന് ആ കർത്താവിന്റെ സന്നിധിയിൽ നാം ചെന്ന് ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ സന്തോഷം. എന്നെ കേൾക്കുന്നവരാരും ഈ ലോകത്തിലെ അല്പ ആയുസേ നമുക്കുള്ളൂ. അത് 70 ഏറെയായാൽ 80, അത് കഷ്ടവും ഭാരവും പ്രയാസവും മാത്രം. എന്നാൽ നിത്യമായ ഒരു യുഗം നമുക്കുണ്ട്. നമ്മുടെ കർത്താവിനോട് കൂടെ ജീവിക്കുവാന്, ആ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാന് ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും ദാസിക്കും എന്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. സിസ്റ്ററെ, പിന്നെ
ദൈവത്തിന് സ്തോത്രം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ അല്ലേ? ഈ യഹൂദ ബാലന്മാരും ദാനിയേലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നവും പ്രതിസന്ധിയും വരും. അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരും. എത്രയും അത്രേ ഉള്ളൂ. തീച്ചൂളയിൽ ഇറങ്ങി അത്രയധികം സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ ദൈവം വർദ്ധിപ്പിച്ചു. അതാണ് ജീവിതാനുഭവം. ഒരു കൊച്ചു സാക്ഷ്യം അല്ലേ പറഞ്ഞാൽ ആളുകൾ കേൾക്കത്തക്കവണ്ണം പറയാൻ പറ്റാതിരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ 1.25 മണിക്കൂറായിട്ട് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി എല്ലാവരും കേൾക്കാൻ സാക്ഷ്യം പറഞ്ഞത്. കർത്താവിന് വേണ്ടി അനേക വേദികളിൽ സാക്ഷ്യവും വചനവും ഒക്കെ പങ്കുവെക്കുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വലിയ മാറ്റം ജീവിതത്തിൽ അത് ദൈവം ചെയ്ത മാറ്റമാണ്. ദൈവമാണ് നമുക്ക് ശബ്ദം നൽകിയത്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വചനം ഓർമ്മ വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു വചനമാണ്. സങ്കീർത്തനം 51 ദാവീദ് പറയുന്ന ഒരു വചനം. അതിങ്ങനെയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയ വചനം കൈമാറുകയാണ്. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ഇപ്പോൾ ഞാൻ മൗനമായിരിക്കുക, ഇപ്പോൾ എൻ്റെ വായ അടഞ്ഞിരിക്കുക, ഇപ്പോൾ എനിക്ക് ശബ്ദമില്ല, ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദാവീദ് പറയുക, എൻ്റെ അധരങ്ങളെ നീ ഒന്ന് തുറക്കണം. നമുക്കും പ്രാർത്ഥിക്കാം. സിസ്റ്റർ സാക്ഷ്യം അതിനൊരു തെളിവാണ്, ഉദാഹരണമാണ്. ഒരു ചെറിയ സാക്ഷ്യം പോലും പറയാൻ അറിയാതിരുന്ന ഒരു സാധാരണ പെന്തക്കോസ്തുകാരിയെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നാവിനെ തുറന്ന് അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അധരത്തെ കർത്താവ് തുറന്നാൽ മിണ്ടാതിരിക്കരുത്, അവൻ്റെ സ്തുതിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കണം. അതാ സങ്കീർത്തനം. ഇന്നലെ വൈകിട്ട് ഒരു മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് ഒരു മിന്നൽ പോലെ എൻ്റെ മനസ്സിൽ തന്ന ഒരു വചനമാണിത്. ആ വചനമാണ് ഞാൻ ഇന്നലെ അവിടെ സംസാരിച്ചത്. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. പ്രേക്ഷകരും പ്രാർത്ഥിച്ചാട്ട്. എനിക്ക് തോന്നുന്നു ഈ മീറ്റിങ്ങിന് കൂടിയാണ് ഇന്നലെ വൈകിട്ട് വചനം തന്നത്. നമ്മുടെ അധരങ്ങളെ കർത്താവ് തുറക്കുവാൻ ഇടയായി തീരട്ടെ. 3.5 മണിക്കൂർ മരിച്ചു കിടന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. ഡോക്ടർമാർ പിന്നീട് അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട്? അല്ല, ഡോക്ടർമാര് പിന്നെ പുറത്ത് പറയാൻ അവർക്കൊരു മടിയായിരുന്നു. അതെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് മൗലാനെ കൊണ്ടുപോകായിരുന്നു. എന്നെ അങ്ങ് മൗലാനെ കൊണ്ടുപോകായിരുന്നു ചെയ്തത്. അതെ. അപ്പൊ ഞാനൊരു ഒരു 5-6 വർഷം മുമ്പ്, ഒരു 4-5 വർഷം 5-6 വർഷമായി എൻ്റെ മോന്റെ മോനുമായിട്ട് ഈ ഡോക്ടറെ അടുത്ത് ചെന്നു ഒരു രാത്രിയിൽ. അവന്റെ തൊണ്ടയിൽ ഒരു മുള്ളു പോയിട്ട്. അപ്പോൾ എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മുള്ളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന പോലെ ഇവിടെ കിടന്നെയാന്ന് പറഞ്ഞു. ഞാൻ ജെസ്സി ആയിരുന്നു, ഞാൻ ആ ഓപ്പറേഷനോടുകൂടി മരിച്ചു പോയതായിരുന്നു എന്നെല്ലാം പറഞ്ഞു. പെട്ടെന്ന് പുള്ളി പറയുന്നു, അത് നിങ്ങൾ ഇവിടുന്ന് അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോയതല്ലേ. പുള്ളിക്ക് എന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് ഡോക്ടർ എന്നെ തള്ളിയെങ്കിലും ദൈവം എന്നെ തള്ളിയില്ല. ഇന്ന് വരെയും ദൈവം എനിക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം എന്നെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. പക്ഷെ പിന്നെ ഡെയ്സി സെബാസ്റ്റ്യൻ ഞങ്ങളുടെ ആ ഭാഗത്തു നിന്ന് ചെല്ലുന്നവരോട് ചിലരോട് ചോദിക്കുമെന്ന് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന്. എന്താണെങ്കിലും മൗലാനയിലും മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ് നെറ്റിൽ അടിച്ചു നോക്കി അറിയാം, പലയിടത്തു നിന്ന് അവാർഡൊക്കെ കിട്ടിയ ഒരു ഡോക്ടറാ. ആ ഡോക്ടറും പലരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഉണ്ടോന്ന്. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ജോസഫ് ഡോക്ടർ, അത് കഴിഞ്ഞ് കോട്ടയത്തായിരുന്നു. ഇപ്പൊ എനിക്കറിയത്തില്ല, അന്നേ പ്രായമുള്ള ഒരു ഡോക്ടർ. ആ ഡോക്ടറും പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, എല്ലാ ഫുഡൊക്കെ കൊടുത്തോ, എന്തോ ചോദിച്ചാലും കൊടുത്തോളാൻ, എന്താ വെച്ചാൽ മരിച്ചു പോകുമെന്ന് അറിയാമായിരുന്നു. എന്തായാലും ഇന്നും ജീവനോടെ കർത്താവാക്കിയിരിക്കുന്നു. ശരീരം വിട്ട് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത്, നമുക്ക് തരുന്ന ട്രിപ്പ് തരുന്നതൊക്കെ ഊരിയിട്ടിരിക്കുന്നു, ബ്ലഡ് തരുന്നതൊക്കെ ഊരിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മെഡിസിൻ നിർത്തിയെന്ന് അതിൻ്റെ അർത്ഥം. മെഡിസിൻ നിർത്തിയെന്ന് അതിൻ്റെ അർത്ഥം. മരിച്ചെന്നുള്ള അവർക്ക് ഉറപ്പായി, പുറത്ത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ശരീരത്തിൽ ജീവൻ വന്ന് നമ്മൾ സംസാരിക്കുന്നത്. വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. അനേകർക്ക് അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് നമ്മളെ കാണുന്നവർക്ക് വേണ്ടി അവരുടെ വിടുതൽ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ സമയം വരെയും കർത്താവെ നിന്റെ നാമത്തെ വർണ്ണിക്കുവാനും നീ ചെയ്ത അത്ഭുതങ്ങളെ വിടുതൽ പറയുവാനും ദൈവം ഞങ്ങളെ സഹായിച്ച് നിന്റെ വലിയ ദയക്ക് നന്ദിയോട് സ്തോത്രം. നിന്റെ ദാസനെയും ദാസിയോർത്ത് പ്രാർത്ഥിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി നിന്റെ ദാസനെയും ദാസിയെയും തീർക്കുമാറാകണമേ. ദൈവം ഇത്രത്തോളം അവരെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. അവരെ കുടുംബമായി കുഞ്ഞുങ്ങളായി ദൈവം അനുഗ്രഹിക്കണമേ. അതിലുപരിയായി ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ, പല ദൈവമക്കളുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ഈ പ്രേക്ഷകരെ നിന്റെ കരങ്ങളിൽ വെക്കുന്ന കർത്താവെ, അവരത് കേട്ട് വെറുതെ കളയുവാനല്ല കർത്താവെ, ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഒരുങ്ങുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും എല്ലാവരെയും ദൈവം സഹായിക്കണമേ. അനേക ആത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമയം വെറുതെ ചിലവഴിച്ചെന്ന് പറയുവാനല്ല, ഇത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാന്, ഹല്ലേലൂയ, ഇത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുവാന് ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാന്, നിത്യരാജ്യത്തിന്റെ അംശികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അല്പസമയം പാതപെടുത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ജീസസിന്റെ മേൽ, എൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ സാക്ഷ്യം തുടങ്ങിയ സമയം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ അത്ഭുതം മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമുക്ക് ടെസ്റ്റിമണി പറയാൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1-2 അത്ഭുതമായിരിക്കും കേൾക്കുന്നത്. ഇത് തുടക്കം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുകയാണ്, എന്ത് രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസത്തോടെ സിസ്റ്റർ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതത്തിലും ചെയ്യും. അതിനായിട്ട് നമുക്കെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സിസ്റ്റർ കുടുംബമായിട്ട് പിന്നെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. Thank you, sister. God bless you. Thank you all. God bless you all. Have a wonderful time. God bless you.